ഈ രാത്രി യോഗത്തിൻ്റെയും പ്രത്യേകത ഞങ്ങൾ ആരുമല്ല, നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. അത് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ മഹത്വം കരയുകയാണ്. ആത്മീയ ആരാധനയിൽ നമ്മൾ ഒരുമിച്ച് പങ്കുചേർന്നു. വചനത്തിലൂടെയും കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഖവര അവസാനിപ്പിച്ച് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗത്തെ പ്രമേയമാക്കിക്കൊണ്ട് വളരെ പ്രസക്തമായ ഒരു സന്ദേശമാണ് ഈ പ്രാരംഭ രാത്രിയിൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം പ്രാരംഭമായിട്ട് ഇവിടെ വായിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. ഞാൻ ആ വാക്യം ഇവിടെ വായിക്കുന്നു. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. നമുക്ക് അങ്ങനെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ രാത്രി യോഗത്തിന്റെ പ്രാരംഭ ദിവസം വളരെ പ്രതീക്ഷയോടെ നമ്മൾ കടന്നു വന്നിരിക്കുമ്പോഴും ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ അപ്പനെ കൊടുക്കുന്നതാണ് ആരാധനയെങ്കിൽ വേദിയിലുള്ള ദൈവദാസന്മാർ, പാട്ടുപാടുന്ന എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ആത്മനിർഭര കർത്താവിനെ ആരാധിക്കുന്നവരാണ്. അത്തരങ്ങൾ തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട് ഞാൻ യോഗവിശ്വാസോട് ചോദിച്ചു, പാസ്റ്ററെ, അകത്ത് കടന്നു വരുന്ന ആൾക്കാർ കൂടുതലും രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു, അഭിഷേകം പ്രാപിച്ചവരാണെന്ന് പറഞ്ഞു. നമുക്ക് പരസ്യമായി തിരുന്ന അന്യഭാഷ പറയുന്ന അപമാനമല്ല, പരസ്യമായി തിരുന്ന കരമുയർത്തുന്ന അപമാനമല്ല, കരമട്ടിക്കുന്നത് അപമാനമല്ല, സ്തോത്രം പറയുന്നത് അപമാനമല്ല. ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ ആരെയും കാണാൻ വന്നവരല്ല, പ്രസംഗം കേൾക്കാൻ വന്നവരുമല്ല, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കടന്നു വന്നവരുടെ ആചാരങ്ങൾ തുറക്കട്ടെ. മുമ്പും പുറകും നിങ്ങൾ നോക്കണ്ട, ഇടതും വലതും നോക്കണ്ട. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അറിയുന്നവർ കരമടിക്കാൻ കഴിയുമെങ്കിൽ കരമടിച്ച്, അത്തരം തുറക്കാൻ കഴിയുമെങ്കിൽ അത്തരം തുറന്ന്, അന്യഭാഷയിൽ ആരാധിക്കാൻ കഴിയുമെങ്കിൽ അന്യഭാഷയിൽ അല്പസമയം കർത്താവിനെ ആരാധിച്ചാട്ട് ദൈവ വചന ശുശ്രൂഷ ഇന്ന് രാത്രിയിൽ ഈ ദേശത്ത് വെളിപ്പെടാൻ തടസ്സമായി ചിറകുവിരിച്ച് നിൽക്കുന്ന അന്ധകാര ശക്തികൾ അതെത്ര പ്രബലമാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറാൻ നാവ് തുറന്ന് കരമടിച്ച് അന്യഭാഷയിൽ അല്പസമയം സമയമെടുത്ത് അന്യഭാഷയിൽ അല്പസമയം ആത്മകരവിൽ കർത്താവിനെ ആരാധിച്ചാൽ വലിയ പ്രതീക്ഷയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. വചനത്തിന്റെ വാതിലുകൾ കൈ തുറക്കണമേ. മാനുഷിക ശബ്ദം അല്ല, ഞങ്ങൾക്ക് ദൈവശബ്ദം വേണം. അതിനുവേണ്ടി ഞങ്ങൾ കാതോർക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം ആണ് കുറിവാക്യമായി വായിച്ചതെങ്കിലും ഇന്ന് രാത്രിയിൽ ലൂക്കോസിന്റെ സുവിശേഷം 9-10 അധ്യായങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് എന്താണ് സുവിശേഷം, സുവിശേഷത്തിനകത്തുള്ളതെന്ത്, ഈ രണ്ട് പ്രമേയങ്ങളാണ് നമ്മൾ ഒരുമിച്ച് പങ്കുവെക്കാൻ പോകുന്നത്. ഇതിൽ ലൂക്കോസിന്റെ സുവിശേഷം 9-10 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സുവിശേഷ അഗ്നി ഹൃദയത്തിനകത്ത് കത്തിയ 70 ചെറുപ്പക്കാർ ക്രിസ്തുവിന്റെ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ഗ്രാമങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അപ്പൊ അവിടെ അവർക്ക് ലഭിച്ച സ്വീകരണം, തിരസ്കരണം, അവർ അനുഭവിച്ച എതിരുകൾ, അവർ കണ്ട എതിരാളികൾ, എന്നാൽ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ സന്തോഷത്തോടെ മടങ്ങി വരുന്ന അത്യുജ്ജലമായ കാഴ്ച. അങ്ങനെ 9-10 അധ്യായങ്ങൾ നമ്മെ ത്രില്ലടിപ്പിക്കുന്ന ചാപ്റ്ററുകളാണ്. എന്നാൽ ഇവർ മടങ്ങി വന്ന ശേഷം അതിൽ നിന്നും വ്യത്യസ്തമായി പക്ഷെ പ്രസക്തമായ ഒരു സംഭാഷണം നടക്കുകയാണ്. ആ സംഭാഷണമാണ് അതിലെ ഒരു വാക്യം ഇന്ന് രാത്രി നമ്മൾ കുറിവാക്യമായി വായിച്ചത്. യേശുവിന്റെ അടുക്കൽ ഒരു ന്യായശാസ്ത്രി എത്തിയിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്: ഗുരു, നിത്യജീവന് അവകാശിയായി തീരാൻ ഞാൻ എന്ത് ചെയ്യണം? സത്യം പറഞ്ഞാൽ അതൊരു അത്ഭുത ചോദ്യമാണ്, ഒരു സാധാരണ ചോദ്യമല്ലത്. ഇപ്പോ ചോദിച്ചത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഗുരു, എനിക്ക് സ്വർഗത്ത് പോകണം, ഞാൻ അതിന് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ 70-80 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആവശ്യമുള്ള കാറിന് വേണ്ടിയോ, കാശിന് വേണ്ടിയോ, ഇവിടെ വീടിന് വേണ്ടിയോ ഒരു ചോദ്യമാണ് ചോദിച്ചിരുന്നതെങ്കിൽ അതിനകത്ത് അസാധാരണത്വമൊന്നുമില്ല.
അറിയില്ല. പക്ഷേ 70-80 വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്റെ മരണത്തിന് ശേഷം, എന്റെ മരണാനന്തര ജീവിതത്തിൽ അതെനിക്ക് സേഫ് ആക്കണമെന്ന് ആ മനുഷ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധാരണ ചോദ്യമല്ല, അത് അസാധാരണ ചോദ്യം തന്നെയാണ്. ഇതിനകത്തെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഞാൻ പറയാം. ഈ ചോദ്യം പ്രസക്തമാണെങ്കിലും ഇത് ചോദിച്ചത് ആരെന്നുള്ളത് കേൾക്കുമ്പോഴാണ് ഇന്ന് രാത്രി പ്രസംഗത്തിനൊരു ആവേശം വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുക മാത്രമല്ല, സാക്ഷാൽ നിത്യജീവൻ തരാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു ഗുരുവിന്റെ അടുക്കൽ ഇവൻ ചെന്ന് ചോദിച്ചെന്നുള്ളത് ഒരു അത്ഭുതകരമായ ഒരു കാര്യമല്ലേ? ഈ ലോകത്തിൽ ബാക്കിയുള്ളതെല്ലാം തരാൻ ഇവിടെ പലരും കാണും. പക്ഷേ നിത്യജീവനെ തരാൻ യേശു അല്ലാതെ വേറെ ആർക്കാ കരുത്തുള്ളത്? ഇപ്പൊ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. നമ്മുടെ കേരളം ആര് ഭരിക്കും എന്നുള്ളത് ഒരു മാസത്തിനകം നമുക്കറിയാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടുത്തെ നേതാക്കന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുറ്റം പറയുകയല്ല, കാര്യസാധ്യത്തിന് വേണ്ടി കൂടെ കൂട്ടിയിട്ട് കാര്യം കഴിയുമ്പോൾ കറിവീപ്പിലെ പോലെ എടുത്തെറിഞ്ഞു കളയുന്ന നായകന്മാരാണ് ഇവിടെ ഉള്ളത്. ഇനി അല്ല, ആത്മാർത്ഥമായി ചങ്കോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന നേതാവാണെങ്കിൽ കൂടി കല്ലറയിൽ വരുമ്പോ പൈ പൈ പറയുന്ന നേതാക്കന്മാരെ ഈ ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിലേ ഉള്ളൂ. പക്ഷെ ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷന്റെ ആരംഭ രാത്രിയിൽ ഞങ്ങൾ ഉയർത്തുന്ന ക്രിസ്തുമാർ എന്ന് പറയാം, മരണത്തിൽ പോലും കൈവിടാതെ ഒരിക്കൽ കൈപിടിച്ചാൽ നിത്യതയോളം എത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ. അവന്റെ പേരാണ് ക്രിസ്തു. അതാണ് പത്രോസ് യേശുവിനോട് പറഞ്ഞത്, അങ്ങനെ വിട്ട് ഞങ്ങൾ എവിടെയാ പോകുന്നത്? ആഹാരം വേണ്ടവർ പോയി, കാശ് വേണ്ടവൻ പോയി. പക്ഷേ അങ്ങേ വിട്ട് ഞങ്ങൾ പോകാത്തത് ഇതൊന്നും കിട്ടാൻ വേണ്ടിയല്ല. ഞങ്ങൾ അല്പം കഷ്ടപ്പെട്ട കാശ് ഞങ്ങൾക്ക് ഉണ്ടാക്കാം, പക്ഷെ നിത്യജീവമൊഴി അങ്ങിലല്ലാതെ മറ്റാരുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ക്രൂശിൽ കിടക്കുന്ന കള്ളനെ അവനെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ അവൻ കള്ളവും കൊലയും കൊള്ളയുമായിട്ട് ജീവിച്ചെങ്കിലും അവൻ അവസാനം പറഞ്ഞ വെളിപ്പാട് ഒരപാര വെളിപ്പാടാണ്. പറഞ്ഞു, കർത്താവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടെ ഓർക്കണേന്ന്. മരിക്കാൻ കിടക്കുക, അവനറിയാം മിനിറ്റുകൾക്കുള്ളിൽ അവൻ മരിക്കും. ഈ കിടക്കുന്ന ക്രിസ്തുവും മരിക്കും. പക്ഷെ ആ നിൽക്കുന്നവർക്കൊന്നുമില്ലാത്ത വെളിപ്പാട് അവന്റെ അകത്ത് കയറി അവൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്, ഈ കിടക്കുന്നത് ആരെന്നറിയാമോ? ഇന്ന് മരിച്ചാൽ അതുകൊണ്ട് അവസാനിക്കുന്നവരല്ല, മരണത്തിനപ്പുറം ഒരു ജീവിതം ഹാൻഡിൽ ചെയ്യാൻ കരുത്തുള്ള ഒരേ ഒരുവൻ അവനായി കിടക്കുന്ന ക്രിസ്തു. ഇന്ന് രാത്രിയിൽ ഈ പ്രാരംഭ ദിവസം ഈ കൺവെൻഷന്റെ സംവിധാനമൊക്കെ കാണുമ്പോൾ നിങ്ങളെ ഓർത്ത് ദൈവത്തിൽ സ്തുതിക്കുക. എന്നാൽ യോഗേഷ് പാസ്റ്ററോട് നിങ്ങൾ രഹസ്യമായിട്ട് എന്ന് ചോദിച്ച്, പാസ്റ്ററെ എന്തിനാ ഈ കാശ് ചെലവാക്കുന്നത്? ഇവിടെ താഴെ ഒരു പദമുണ്ട്, സുവിശേഷ യോഗവും അത്ഭുത രോഗശാന്തി ശുശ്രൂഷയും. ഇവിടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, രോഗസൗഖ്യം ഇതിനകത്തുണ്ട്, ഒരു സംശയം വേണ്ട. പക്ഷെ രോഗസൗഖ്യത്തിനല്ല ഈ യോഗം. ഈ യോഗം നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ മാത്രമല്ല, കടഭാരം മാറ്റം മാത്രമല്ല, അതിന് മറ്റു പല കേന്ദ്രങ്ങളും ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ കിട്ടാം, പക്ഷെ ഇവിടെ കിട്ടാത്ത ഒന്നിന് ഈ യോഗം, അതിന്റെ പേരാ നിത്യജീവൻ. ഇന്ന് രാത്രിയിൽ ഒരു രോഗസൗഖ്യം പോലും ഈ 4 ദിവസം നടന്നില്ലെങ്കിലും ഈ ദേശത്തെ ചിലരുടെ പേര് നിത്യജീവന്റെ അവകാശികളാക്കി ജീവന്റെ പുസ്തകത്തിൽ എഴുതും എന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ആ കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. നിത്യജീവൻ തരാൻ കരുത്തുള്ള ഒരുവരേ ഉള്ളൂ, അവന്റെ പേരാണ് നസറായ യേശു ക്രിസ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ തന്നെ ഇതിനകത്ത് എന്നെ മനസ്സിനകത്ത് ഒരു രസകരമായ ഒരു കാര്യം കാണുന്നു. അതുകൊണ്ട് ഞാൻ പറയാം, ചോദ്യം കൊള്ളാം, ആരോടാണ് ചോദിച്ചത് അത് കറക്റ്റാണ്. പക്ഷെ ചോദിച്ചത് ആര് എന്നുള്ളത് രസകരമാണ്. ചോദിച്ചത് സാധാരണക്കാരനല്ല, ന്യായശാസ്ത്രിയാണ്. ഈ ന്യായശാസ്ത്രി എന്ന പദത്തിന്റെ ഗ്രീക്ക് വേർഡ് എന്താണെന്നറിയാമോ? നോമിക്കസ് എന്ന പദമാണ്. ഈ നോമിക്കസ് എന്ന പദത്തിന്റെ അർത്ഥം അക്ഷരജ്ഞാനി എന്നാണ്. പഠിച്ചതല്ല, മറിച്ച് ന്യായപ്രമാണം വള്ളി പുള്ളി വിസർഗം കൂടാതെ
ഇതിനകത്തെ സകല പ്രമേയങ്ങളും പഠിച്ചവൻ, പഠിപ്പിക്കാൻ അറിയുന്നവൻ. അതിന്റെ അർത്ഥം ഞാനൊന്ന് പറഞ്ഞോട്ടെ, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഞാനിവിടെ പ്രസംഗിച്ചോട് നിൽക്കുകയാണ്. ഒരു 9 മണി 9:15 വരെ ഞാൻ പ്രസംഗിച്ചത് വെച്ചോ. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നൊരു മദ്യപാനി പുറകിൽ നിന്ന് ഓടി സ്റ്റേജിലേക്ക് വരിക. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പ്രസംഗം കേൾക്കുക. 1 മണിക്കൂർ ഞാൻ നിന്ന് കേട്ടു. എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണം, എനിക്ക് രക്ഷപ്പെടണം, എന്താ മാർഗം ഒന്ന് പറഞ്ഞാലോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. കാര്യം നമുക്കറിയാം അവൻ പോകുന്നത് നരകത്തിലേക്കാണ്. അവൻ ഇതിന്റെ കാഴ്ചപ്പാടില്ല. ഇന്ന് അവൻ അതിനകം വെളിപ്പാട് അവന്റെ അകത്ത് കയറി. പക്ഷെ ഞാൻ 1 മണിക്കൂർ പ്രസംഗിച്ച ശേഷം ഞാൻ പാസ്റ്റർ എന്നിട്ട് പറയുകയാണ്, പാസ്റ്റർ ഞാൻ പ്രസംഗിച്ച കാര്യമൊക്കെ ഒക്കെയാണ്, പക്ഷെ എനിക്ക് സ്വർഗത്ത് പോകാനുള്ള വഴി അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പാസ്റ്ററിനോട് ചോദിക്കും, നിനക്ക് തലയ്ക്ക് പ്രശ്നങ്ങളുണ്ടോ? നീ അല്ലാതെ പ്രസംഗിച്ചത്. സത്യം പറഞ്ഞാൽ നിത്യത ഉൾപ്പെടെയുള്ള സകല വിഷയങ്ങളും കൃത്യമായി പഠിച്ചവൻ യേശുവിന്റെ അടുത്ത് എന്നിട്ട് ചോദിക്കാറ് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, നമ്മുടെ ഇവിടുത്തെ ഒരു നേതാവിന്റെ പേര് ഞാൻ പറയുന്നില്ല, ചോദ്യം ചോദിച്ചാൽ വായടച്ചിരിക്കുന്ന നേതാവല്ല എന്റെ നേതാവ്. കുട്ടിക്കാരാണെങ്കിൽ പോലും ചോദ്യം യേശുവിന്റെ അടുക്കലാണെങ്കിൽ ഉത്തരം ഉണ്ടെന്നേ. ഞങ്ങൾ ചുമ്മാതല്ല തെരുവീതിയിൽ നിന്നൊക്കെ വിളിച്ചു പറയുന്നത്, സകല ചോദ്യങ്ങൾക്കും ഉത്തരം നസറേയനായ യേശു മാത്രം. അപ്പൊ അതുകൊണ്ട് ഈ ദിവസം നടക്കുന്ന മീറ്റിങ്ങുകളുണ്ടല്ലോ, നിങ്ങൾക്ക് മതപരമാകട്ടെ, സാമൂഹികമാകട്ടെ, സാംസ്കാരികമാകട്ടെ, രാഷ്ട്രീയപരമാകട്ടെ, സകലത്തിനും ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ബൈബിളിനകത്ത് ഇല്ലാത്ത ഒറ്റ ഉത്തരവുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്ന മറ്റൊരു തലമുറ ഞാൻ പറഞ്ഞോട്ടെ, നല്ല ലക്ഷ്യത്തിലല്ല, ഈ കുടുക്കാനും കുരുക്കാനും പരീക്ഷിക്കാനുമാണ് യേശുവിന്റെ അടുക്കൽ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിന് പോലും എന്റെ കർത്താവ് ഉത്തരം പറഞ്ഞെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്, സന്തോഷത്തോടെ ഒന്ന് പ്രതികരിക്കണം. നിർമ്മല മനസാക്ഷിയോടെ, പരമാർത്ഥ ഹൃദയത്തോടെ 100 ചോദ്യങ്ങളുമായി ഇന്ന് രാത്രി ഇതിനകത്ത് കടന്നു വന്നാലും സകല ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ കഴിവുള്ള ഒരു കർത്താവ് ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇവിടെ അഴിയാത്ത ഒരു ബന്ധനവുമില്ല, ഇവിടെ സൗഖ്യമാകാത്ത ഒരു രോഗവുമില്ല, ഇവിടെ മാറാത്തൊരു വ്യാധിയുമില്ല, ഇവിടെ പൊട്ടി മാറാത്തൊരു കെട്ടുമില്ല. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവര് ഒരു പ്രാവശ്യം കൂടെ ആ കരമം അടിച്ച് കർത്താവിനെ സ്തോത്രം. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാനല്ല വിഷയം, ഞങ്ങൾക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇപ്പം ഞാനിവിടെ പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഈ കൺവെൻഷൻ വരുന്നത് വളരെ കൺവെൻഷൻ നടക്കാനില്ലോ. ഞാനില്ലെങ്കിൽ എന്നെക്കാളും കരുത്തരായൊരു വേദി പ്രസംഗിക്കും. ഞങ്ങളുടെ സഹോദരങ്ങളുടെ പാട്ടുപാടുകയാണ്. അവർ പാടാനില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. അവരില്ലെങ്കിൽ അവരെക്കാളും കരുത്തരതിനകത്ത് കയറും. നിങ്ങൾ ഒരാൾ വന്നില്ലെങ്കിലും കൺവെൻഷൻ ഒന്നും സംഭവിക്കുന്നില്ല. വേറൊരാൾ ഇതിനകത്ത് കടന്നുകൊണ്ടിരിക്കും. ഇനി ഇവിടെ കൺവെൻഷൻ നടത്താൻ യോഗേഷ് പാസ് ഇല്ലെന്നും പറഞ്ഞ് കൺവെൻഷൻ നടക്കാതിരിക്കുന്നൊന്നുമില്ല. പാസ് ഇല്ലെങ്കിൽ മറ്റൊരാളെ ദൈവം എഴുതിപ്പിക്കും. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത ഒരുവനെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തി പറയുകയാണ്, അവന്റെ പേര് ക്രിസ്തുവാണ്. നാളെ ആരാ മറ്റന്നാൾ ആരാ എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ആര് വന്നില്ലെങ്കിലും ദൈവസാന്നിധ്യം ഇല്ലാതിരിക്കരുത്. ഞാൻ നോക്കി, ഇവിടെ ഒരു രൂപം വെച്ചിട്ടില്ല, ഉണ്ടോ? ഇല്ല. ഒരു പിക്ചർ തൂക്കിയിട്ടില്ല. പക്ഷെ ഒരു സന്തോഷമില്ലേ? ആ സന്തോഷത്തിന്റെ പേരാ ദൈവ സാന്നിധ്യം. നമ്മുടെ കൺവെൻഷനിലൊക്കെ നിങ്ങൾ ഈ കടന്തൽ കുത്തി പോലെ ഇരിക്കരുതെന്ന്, ആ മുഖത്തൊരു ചിരിയൊക്കെ വരട്ടെ, ഒരു സന്തോഷമൊക്കെ വരട്ടെ. കാര്യം നമുക്ക് പ്രതിസന്ധിയൊക്കെ ഉണ്ടാവും, പക്ഷെ പ്രതിസന്ധി മാറ്റാൻ കഴിവുള്ള ഒരുവനാണ് ഇന്ന് രാത്രി ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പെന്തക്കോസ്റ്റിലെ ചരിത്രം എഴുതിയ ഒരാളാണ്. അപ്പൊ അതില് ഈ 1930s പെന്തക്കോസ്റ്റുകാരെ കുറിച്ച് ഒരു കൊടുമണ്ണുള്ളൊരു നായർ മുതലാളി എഴുതിയിരിക്കുന്ന വാചകം ഞാൻ അതുപോലെ പറയാം. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, എന്റെ പാടത്തും പറമ്പിലും ഒക്കെ എല്ലാവരും പണിയെടുക്കുന്ന പോലെ ഈ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പുകാരും പണിയെടുക്കാറുണ്ട്. പക്ഷെ ഞാൻ അവരെ ശ്രദ്ധിച്ചൊരു കാര്യം, അവരവരുടെ പള്ളിയിൽ നിന്ന് വരുന്നെങ്കിൽ പശുക്കിടാവിനെ പോലെ ചാടിയാ വരുന്നത്.
പറഞ്ഞിട്ട് പോലും ഒരനക്കൂല്ല. ഇപ്പൊ ഇതുപോലുള്ള സംവിധാനമൊന്നും ഇല്ലെന്ന്. അന്ന് മിക്ക വീടുകളും ആരാധനാലയങ്ങളും ഓലമേഞ്ഞ കെട്ടിടാണ്, ചാണകം മെഴുകിയ തറയാണ്, കഴിക്കാൻ ആഹാരമില്ല, മാറി ധരിക്കാൻ വസ്ത്രമില്ല. പക്ഷെ അകത്തു വരുമ്പോ സന്തോഷത്തോടെ തുള്ളിച്ചാടിയത് അകത്തനുഭവിച്ച ദൈവ സാന്നിധ്യമാണെങ്കിൽ ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിലും ആ ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടല്ലേ നമുക്ക് യേശു എന്ന് പറയുമ്പോൾ ഇത്ര ആവേശം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആ സന്തോഷം എനിക്കുണ്ട്. കാര്യം ഒരു കാലത്ത് ഇപ്പൊ രക്ഷണല്ലേ, ഒരു കാലത്ത് കൊടിയും കൈയെത്തിക്കൊണ്ട് ഈ ഗ്ലാസ് ഉണ്ടാവാൻ. പക്ഷെ അന്ന് വിളിച്ചു നടക്കുന്ന കാലത്ത് പല ഹൃദയത്തിനകത്ത് ചിന്തിച്ചിട്ടുണ്ട് ഇനി വിളിക്കാൻ ഇടയാകല്ലേ എന്ന്. പക്ഷെ എന്റെ അനുഭവം വെച്ച് പറയാം, അധികം വർഷമൊന്നും ആയിട്ടില്ല, ഒരു 8 വർഷമായിട്ട് ഞാനിത് പ്രസംഗിക്കുക. ഒരു ദിവസം പ്രസംഗിച്ചില്ലേ ഉള്ള മടുപ്പ്, പ്രസംഗിക്കും തോറും ആവേശം. ഞാൻ പാടുന്നവരോട് ചോദിച്ചേ, കിട്ടാൻ പോകുന്ന കാശോർത്തൊന്ന് കൈയടിക്കുമല്ലവര്, അവരുടെ അകത്തുള്ള സന്തോഷം എന്താണെന്നറിയോ? അവര് പാടുന്നത് യേശുവിനെ കുറിച്ചായതുകൊണ്ടാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സ്തോത്രം പറഞ്ഞ് മടുത്തവരുണ്ടോ ഇതിനകത്ത്? കൈയടിച്ച് കുഴഞ്ഞവരുണ്ടോ? ആരാധിച്ച് ക്ഷീണിച്ചവരുണ്ടോ? ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ സ്തുതിക്കും തോറും ആവേശമുള്ള ഒരു നാമമുണ്ടെങ്കിൽ യേശുവിന്റെ നാമം. അപ്പൊ ഈ ഒരു ദൗത്യം ഉണ്ടല്ലോ, ഉള്ളിൽ ഒതുക്കാനുള്ളതല്ല, ഈ ദൗത്യം ദേശത്തോട് പറയാനുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ സുവിശേഷ യോഗങ്ങളൊക്കെ. അപ്പൊ ഇവരെയും ആ ദൗത്യം ഏൽപ്പിച്ച് പറഞ്ഞു വിടുന്ന രംഗമാണ് ഈ 9, 10 അധ്യായങ്ങൾ. 9-ാം അധ്യായം തൊടാനുള്ള സമയം എന്റെ മുമ്പിലില്ല. എന്നാൽ 10-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരിക. 10-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഞാൻ ആദ്യം വായിക്കാം. 10-3 ആ വാക്യം എങ്ങനെയാണ്? പോകുവിൻ എന്ന് പറയുന്നത്. പോകുവിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം റിക്വസ്റ്റ് അല്ല. ഇപ്പൊ ഞാൻ എന്നോട് ഭാഷ പറയാണ്, മോനെ അവിടെ വരെ പോകാവോ എന്ന് ചോദിച്ചാൽ ഒരു റിക്വസ്റ്റാണ്. പിന്നെ പോയാ കൊള്ള എന്ന് പറഞ്ഞെങ്കിൽ അതൊരു ഓപ്ഷനാണ്, വേണമെങ്കിൽ പോയാൽ മതി. പക്ഷെ പോകുവിൻ എന്ന് പറഞ്ഞ കാര്യം എന്നറിയോ? ഈ മിലിറ്ററി കമാൻഡർ കമാൻഡ് കൊടുക്കുമ്പോ അവർ പുറപ്പെടുന്ന പോലെ ഒരു കമാൻഡ് കൊടുക്കുക. പോ. ആൾക്കാർ ചിന്തിക്കാറുണ്ട്, എന്തിനാ ഈ വെറും ചെലവ്, എന്തിനാ കൺവെൻഷൻ? ഉത്തരം, ഇത് ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ കവലയിൽ നിന്ന് പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്, അടികൊണ്ടവരുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ പ്രസംഗിച്ചപ്പോ എന്റെ മൈക്ക് എടുത്തെറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് അത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രസംഗിക്കാൻ ആവേശം. തല്ലുകൊണ്ടെന്നും പറഞ്ഞ് ഏതെങ്കിലും ഉപദേശം പ്രസംഗം എത്തിയിട്ടുണ്ടോ? ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പല സുവിശേഷകരും ജയിലിൽ കിടക്കുകയാണ് 2-3 വർഷങ്ങൾ. പക്ഷെ ഞാൻ അവരെ കുറിച്ച് കഴിഞ്ഞ ദിവസം പഠനം നടത്തിയപ്പോ എന്റെ പാസ്റ്റർ 79 ദൈവദാസന്മാരെ കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ ജയിലിട്ടു. പക്ഷെ 79 പേരും തിരിഞ്ഞു പോയില്ല, ഇന്നും ഫീൽഡിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഒതുക്കാൻ പറ്റുന്ന മാർഗമല്ല. ഒരു യൂത യേശുവിനെ വേണ്ടാന്ന് വെച്ചാൽ മറ്റൊരു യൂതയുടെ കൈ തൂലിക കൊടുത്ത് എഴുതിപ്പിക്കാൻ കഴിവുള്ളവനാണ് ദൈവം. ഒരു ശൗലിന് ദൈവത്തെ വേണ്ടെങ്കിൽ അതിലും കരുത്തരായ ഒരു ശൗലിനെ എഴുന്നേൽപ്പിച്ചിട്ട് ഇത് പ്രസംഗിക്കുന്നവനാണ് ദൈവം. ഒരു ശീമോൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ഒരു ശീമോനെ വയലിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് ക്രൂശ് ചുമപ്പിക്കുന്നവനാ ദൈവമെങ്കിൽ സുവിശേഷം അവസാനിക്കില്ല. തലതല്ലി ഭരിച്ചാലും മുട്ടുകാൽ തലയോടിച്ചാലും ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. യേശു അല്ലാതെ രക്ഷയ്ക്ക് മറ്റൊരു മാർഗം ഇല്ല. ഹല്ലേലൂയ. പോകുവിൻ എന്ന് പറയുന്നത് യേശു തന്ന കമാൻഡ് ആയതുകൊണ്ടാണ്, ഒരു കമാൻഡ് ആയതുകൊണ്ടാണ് കവലകൾ തോറും നിന്ന് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഇനി പോകുവിൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കുണ്ടല്ലോ, എന്നെ ആദ്യം ഒന്ന് പിണക്കിയ വാക്യാണ്. പോകുവിൻ എന്ന് പറയാണ്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുണ്ട്. ആദ്യം ഇഷ്ടമുള്ളവരുടെ കര ഉയർത്തി. ഒരച്ഛൻ കൈ ഒരു കൈ പൊക്കിയിട്ടുണ്ട്, അവിടെ ഒരാൾ കൈ പൊക്കിയിട്ടുണ്ട്. പക്ഷെ
കുത്തിയിരുന്ന് ചിന്തിച്ചാൽ ഇച്ചിരി കഠിനാണ്. നമുക്കിഷ്ടമറിയോ തലയോട്ട് കൈവച്ചിട്ട് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാദികളെ തകർത്ത് ഇരുമ്പോടാമ്പുകളെ മുറിച്ച് ചങ്ങല കയറിയാൽ മതി എല്ലാം ഓക്കെയാന്ന് പറയുമ്പോൾ നമ്മൾ ഗോളി പറയും. പക്ഷെ ഇവിടെ പറഞ്ഞത് അതല്ല, പറഞ്ഞു വിടുന്നത് ചെന്നായുടെ നടുവിലോട്ട്. ഈ ചെന്നായുടെ നടുവിലോട്ട് പുലിയായിട്ടാണ് വിടുന്നതെന്ന് പറഞ്ഞ ഒരു സന്തോഷമൊക്കെ. കാര്യം ചെന്നായ ഒതുക്കാനുള്ള ഭാഗമൊക്കെ പുലിയുടെ കയ്യിലുണ്ടല്ലോ. പക്ഷെ ഇവിടെ എഴുതി വെച്ചാലെന്നറിയോ കർത്താവ് പറഞ്ഞത് ചെന്നായുടെ നടുവിലോട്ട് പുലിയായിട്ട് വിടുന്നില്ല, ചെന്നായുടെ വായ്പോലും കൊള്ളാനില്ലാത്ത കുഞ്ഞാടായിട്ട് വിടുന്ന. അപ്പം ഞാൻ ചിന്തിച്ചു, പിന്നെ എന്നോ ധൈര്യത്തിലായി പോകാൻ പറ്റുന്നേ. ധൈര്യം എന്നറിയോ, നമ്മൾ കുഞ്ഞാടാണെങ്കിലും കൂടെ വരുന്നവർ സാധാരണക്കാരനല്ല, യഹൂദ ഗോത്രത്തിന്റെ സിംഹം. ഇവിടെ ആളിത്തരം വരെ ഉള്ളൂ. പക്ഷെ ഈ മീറ്റിംഗും മഹായോഗം, ആ മഹായോഗം ശിബിർ ഭാഷ വന്നോണ്ടല്ല, നാളെ ജെയ്സ് ഭാഷ വരുന്നോണ്ടും അല്ല, മറിച്ച് മഹാദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രി യോഗത്തിൽ ഉള്ളത് കൊണ്ടാണ്. എൻ്റെ വൈഫ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കൊരു മോളുണ്ട്, അവൾക്കൊരു 9 വയസ്സ് കഴിഞ്ഞു, 10 വയസ്സാവും. അപ്പം ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാത്തിനും പേടിയോ. അപ്പം ഞങ്ങൾ താമസിക്കുന്ന എംസി റോഡിന്റെ സൈഡിലാണ്. ഒരു 5 മണി 4 മണി 5 മണി കഴിയുമ്പോഴത്തേന് നല്ല വീശിയിട്ട് അത്യാവശ്യം ഇങ്ങനെ പുറത്തു നടക്കും. പിന്നെ കഞ്ചാവ് അടിച്ച പിള്ളേര്, ഒരു ബോധമില്ലാത്തവന്മാരെ ഈ വണ്ടി ഓടിക്കില്ല, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഭാഗത്തുള്ളത് എനിക്കറിയത്തില്ല, ഞങ്ങളുടെ ഗേറ്റ് തുറക്കുമ്പോൾ 10 പട്ടികളാണ് വായും പുറന്നിരിക്കും. ഇവിടെ അങ്ങനെ ഇല്ലെന്ന് തോന്നല്ലേ? ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ കൊച്ചിനെ എല്ലാം പേടിയാണ്, പട്ടിയേയും പേടി, പിന്നെ കള്ളുകുടിയനെയും പേടി. ഞാൻ പറയും പിന്നെ കടകത്തൊന്നും കൊണ്ടുവരാൻ പറയാൻ വരില്ല, എൻ്റെ വൈഫ് പറഞ്ഞിട്ട് അവരോട് പോയില്ല. പക്ഷെ ഞാൻ അവിടെ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്നറിയോ, രാത്രി 12 മണി ആയിക്കോട്ടെ, ഞാൻ എവിടെയെങ്കിലും പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞു ഞാൻ ഇവിടെ ചാർജ് വരും. അപ്പൊ ആരും വരുന്നു എന്ന് പറഞ്ഞ് കയ്യെ കയറി പിടിക്കും. അപ്പൊ എന്റെ കൂടെ ഈ സ്ഥലത്ത് കൂടെ തന്നെ കുഞ്ഞു നടക്കുന്നത്. പക്ഷെ അവരുടെ മുഖത്തെ ആ കോൺഫിഡൻസ് നെഞ്ചും പിരിച്ചാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, ഇതേ സ്ഥലത്തല്ലേ മുമ്പേ പോകാൻ പറഞ്ഞപ്പോ പേടിച്ചേ, പിന്നെ ഇപ്പൊ എന്നാ ധൈര്യത്തിനാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ എന്റെ കൂടെ പറയുന്ന ഉത്തരം ഞാൻ പറയാം. സ്ഥലം സുരക്ഷിതമല്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ കയ്യെ പിടിച്ചതേ എന്റെ അപ്പനാണ്. ഇന്ന് രാത്രിയില് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യത ഈ നമ്മുടെ ഈ ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത. പരസ്യ മീറ്റിംഗ് പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു സെക്കുലർ പ്രഭാഷകൻ പ്രസംഗിക്കുന്നത് കേട്ടപ്പോ, ആ പ്രസംഗം കേട്ടപ്പോ ഞാൻ 10 കോടി സെക്കുലർ പ്രഭാഷകൻ ഇതിന് വ്യത്യസ്തമാണ്. അപ്പൊ ഇവൻ മതങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ. അപ്പൊ പുള്ളി പറയാണ്, ലോകത്തിൽ 4000-ലധികം മതമുണ്ട്, 1-2 4000-ലധികം മതം. ഓരോ മതത്തെ കുറിച്ച് ഇങ്ങനെ പറയാം. പക്ഷെ അവൻ ക്രിസ്ത്യാനിത്വത്തെ കുറിച്ച് പറഞ്ഞ വാചകം ഞാനത് പറയാം. സന്തോഷം നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ സൂചിച്ചോ. ഇദ്ദേഹം പറഞ്ഞതെന്നറിയോ, ഈ 4000-ലധികം മതങ്ങൾ ലോകത്തിലുണ്ടെങ്കിലും ഒരേ ഒരു മാർഗക്കാർക്ക് മാത്രമേ അവൻ വിളിക്കുന്ന ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ അധികാരമുള്ളെന്ന്. സത്യം പറഞ്ഞാൽ അതൊരു ആവേശത്തിന്റെ സന്ദേശമല്ലേ. ഈ ഹൃദയം കലങ്ങി മറിഞ്ഞ് ഇരിക്കുമ്പോ യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഹൃദയം കലങ്ങിയിരിക്കുന്നത്? അപ്പൊ ഇവര് തിരിച്ചു പറഞ്ഞു, അങ്ങനെയൊക്കെ ഇതൊക്കെ പറയാം. ഒരു 3.5 വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഓടി അങ്ങോട്ട് വരും, പറയും. പറയാനൊരാള്. ഞങ്ങൾ അനാഥരല്ലായിരുന്നു, പക്ഷെ അങ്ങ് പോവാണ്. ഇത് ഞങ്ങൾ എല്ലാവരും അതിന്റെ വിഷമമാണ് ഞങ്ങൾക്ക്. അപ്പൊ യേശു അവരോട് പറഞ്ഞു, ഒരു ടെൻഷനും വേണ്ട. യോഹന്നാൻ 11 ഇവര് പറഞ്ഞേ, എന്റെ ഭാഷ പറയാം, നിങ്ങൾക്കൊരു പ്രശ്നം വന്നാല് മുട്ടുമേലിരിക്കാൻ ഇരുന്നിട്ട് അപ്പാ എന്നൊരു വിളി വിളിച്ചാൽ ഇറങ്ങി വരും എന്നല്ല, ഞാൻ കൂടെ. മനസ്സിലായോ? ഇത് കഴിഞ്ഞ നാടുകളിൽ അങ്ങനെ ഒരു ദൈവ പ്രവൃത്തിയെങ്കിലും അനുഭവിച്ചവരുണ്ടെങ്കിൽ എങ്ങനെ ദൈവത്തെ ശ്രമിക്കാതിരിക്കാൻ പറ്റും? ഞാൻ USA ഒരു പ്രസംഗിക്കാം. വെള്ളിയാഴ്ച രാവിലെ വൈകിട്ട്, ശനിയാഴ്ച രാവിലെ വൈകിട്ട്, ഞായറാഴ്ച ഇങ്ങനെ 5 സെക്ഷൻസിലാണ് പ്രസംഗിക്കുന്നത്. മുമ്പിൽ ഒരു ബ്രദർ ഇരിക്കുകയെ. അപ്പം ഇദ്ദേഹം ഉണ്ടല്ലോ, ഇദ്ദേഹം സത്യം പറഞ്ഞാൽ എനിക്കത് ശല്യമായി.
പാട്ടുപാടുന്ന സഹോദരന്മാരെ പാടുമ്പോണ്ടല്ലോ പുള്ളി അങ്ങ് എഴുന്നേറ്റ് ഡിസ്കോ കളിക്കുന്നു പറഞ്ഞു. പ്രസംഗിക്കുന്ന സമയത്ത് വേറെ ഒരാളും പ്രസംഗിക്കാൻ സമയത്തിൽ അതുപോലെ കൈയടിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇറാൻകാര് ബോംബ് കൊണ്ടുകൊണ്ടിരുന്ന പോലെ അതുപോലെ കൈയടിക്കും. ഇപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ പ്രസംഗം കേൾക്കാൻ പോലും ഇപ്പോൾ സമ്മതിക്കുന്നില്ല, അതുപോലെ പ്രസംഗം. ഞാൻ എന്ത് ചെയ്യാൻ ശാന്തമായിട്ട് ഇരുന്നായിരിക്കും ബാക്കിയുള്ള പ്രസംഗങ്ങളും കേൾക്കാറുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ സാക്ഷ്യം ഞാൻ കേട്ടപ്പോ 50 പ്രാവശ്യം എന്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ചിന്തിച്ച് പോയിട്ട് പോലും ക്ഷമിക്കണേ. എന്നെ സാക്ഷ്യം അറിയാം, ഇദ്ദേഹത്തിന് ലിവർ ക്യാൻസർ ആണ്. എന്നെ വീട്ടിൽ കൊണ്ടുകൊണ്ട് സാക്ഷ്യം പറയാം. നമ്മുടെ ഭാര്യ ഭർത്താവ് അപ്പുറത്ത് ഇരിക്കുകയാണ്, ഞാൻ എതിർവശത്തിരിക്കാം. അദ്ദേഹം പറയുന്നു, പാസ്റ്ററെ എനിക്ക് ലിവർ ക്യാൻസർ ആയിരുന്നു, ദൈവം എന്നെ വിടുവിച്ചതാണ്. അപ്പൊ ഭാര്യ സാക്ഷ്യം പറഞ്ഞു. ബാക്കി എന്റെ ചർച്ച എന്ന് പറഞ്ഞാൽ നല്ലൊരു ചർച്ചാണ്. ഒരു 150-ലധികം മെമ്പേഴ്സ് ഞങ്ങളുടെ ചർച്ചയിലുണ്ട്. ചർച്ചയ്ക്ക് വേണ്ടി ഓടി നടന്ന ആളാണ് വിനോദന, ഓടി നടന്നയാളാണ് എല്ലാ കാര്യത്തിലും. പക്ഷെ പെട്ടെന്ന് അറിഞ്ഞില്ല, ക്യാൻസർ ഡയഗ്നോസ് ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി. പക്ഷെ അപ്പോഴത്തെ സ്റ്റേജ് ഫലം പിന്നിട്ടു, ഡോക്ടർമാര് കൈവലർത്തി. വീട്ടിൽ കൊണ്ട് ഇട്ടിരിക്കുക, ചർച്ചകാർ കിട്ടില്ലല്ലോ. 150 പേര് ഈ മനുഷ്യൻ കിടക്കുമ്പോ ചുറ്റും നിന്ന് ഇരുന്ന് കരം കൊടുത്തു പ്രാർത്ഥിക്കുക. നിങ്ങളിപ്പോ സ്വതന്ത്രം പറഞ്ഞല്ലോ, സ്വതന്ത്രം നിൽക്കുന്ന ഒരു കാര്യം പറയാം. ദിവസങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ 150 പേര് പ്രാർത്ഥിക്കാൻ വന്നില്ലേ, അത് 120 70 20 അവസാനം ഒരെണ്ണമില്ല പ്രാർത്ഥിക്കാൻ. അവരെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. US ജോലിയൊക്കെ കഴിഞ്ഞ രാത്രി 12 മണിക്കും 1 മണിക്കും വരുമ്പോഴായിരിക്കും പിന്നെ പ്രാർത്ഥിക്കാൻ വരുന്നത്. അതിന് പറ്റത്തില്ല, അവരെ ഡ്യൂട്ടിക്ക് വേണ്ടേ, ഇവിടെ രണ്ടും ഉറങ്ങും. എന്നോട് പറഞ്ഞൊരു വിഷമകരമായ കാര്യം പറയും. ഞങ്ങളുടെ കൂടെ ശാപ്പാടടിക്കാൻ വേണ്ടി എല്ലാ ആഴ്ചകളിലും വരുന്ന 2 കുടുംബങ്ങൾ ഞങ്ങളുടെ അച്ഛനുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ നമ്പർ അവസാനം ഗതികേട് കൊണ്ട് ബ്ലോക്ക് ചെയ്തു. രാത്രി വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കാൻ. സാരം പാസ്റ്റർ വന്നിട്ട് ഈ സഹോദരിയോട് പറഞ്ഞു, സിസ്റ്ററെ ഇനി ചേട്ടന് വേണ്ടി ഇങ്ങനെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണ്ടേ, പോട്ടെ. ഉടനെ ഇവരെന്നോട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങളുടെ പാസ്റ്റർക്കെന്ന് പറയാം, പക്ഷെ പറക്കം വിട്ടാത്ത 2 പെൺപിള്ളേരായിരിക്കും. എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടാലേ ഞാൻ വിധവയാ, എന്റെ 2 പിള്ളേർക്ക് അവർ അനാഥരാ. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ പാസ്റ്ററിന്റെ കൂടെ ഇല്ല, എന്റെ ചർച്ചയിലെ ഒറ്റ വിശ്വാസത്തിൽ എന്റെ കൂടെ ഇല്ല. പക്ഷെ എന്റെ അകത്തൊരു ധൈര്യം, എന്നെ വിളിച്ചത് പാസ്റ്ററല്ലോ, എന്നെ വിളിച്ചത് ചർച്ചകാരല്ലോ, എന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ ആ ദൈവമാരെന്ന് തിരിച്ചറിവ് അകത്ത് കയറിയപ്പോൾ എന്റെ നിരാശ മാറി. 4 ദിവസമായി മാറ്റം വെച്ച നാസറിന്റെ കല്ലറയ്ക്ക് നിന്നുകൊണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞവനായി എന്റെ മേഘാവുണ്ട്. സൗഖ്യം തരാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആ സഹോദരൻ നെഞ്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, എന്റെ ഭാര്യയുടെ കണ്ണീര് കൊണ്ടാണ് തീരുമെന്ന് ഡോക്ടർമാര് വിധി എഴുതിയ ഞാൻ സൗഖ്യത്തോട് ഇരിക്കുന്നേ. ഞാൻ എങ്ങനെ തുള്ളാതിരിക്കും, ഞാൻ എങ്ങനെ ചാടാതിരിക്കും? ഇന്ന് രാത്രിയില് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ആരാധന എന്ന് പറയുമ്പം എന്തെങ്കിലും കിട്ടാനുള്ള പ്രകടനമല്ല, അപ്പനോടുള്ള മക്കളുടെ നന്ദി പ്രകടനമാണ്. ഒരു നന്മയെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചവർ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധനയെങ്കിൽ. അതിനെ തുറന്ന് സ്തോത്രം പറഞ്ഞ് ആരാധിക്കാൻ കഴിയുമെങ്കിൽ സ്തോത്രം പറഞ്ഞ അല്പസമയം ആരാധിക്കുക, കരം ഉയർത്തി ആരാധിക്കുക, കരമടിച്ച് ആരാധിക്കുക, അന്യഭാഷയിൽ ആരാധിക്കുക. അപ്പന് മക്കൾ കൊടുക്കുന്ന സ്നേഹപ്രകടനം ആരാധന. അല്പസമയം എല്ലാവരും അക്ഷരങ്ങൾ തുറന്നത് ദൈവത്തെ ആരാധിക്കാം. ഈ പന്തലിനകത്തൊരു വലിയ ദൈവസാന്നിധ്യമേ, അപ്പനെ ആരാധിക്കാം. പരപ്രേരണയില്ലാതെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ, കരമടിച്ച് ആരാധിക്കാൻ കഴിയുമെങ്കിൽ, നാവുകൊണ്ട് ആരാധിക്കാൻ കഴിയുമെങ്കിൽ, ഒരുമിച്ച് അല്പം മിനിറ്റുകൾ എടുത്ത് ഒരുമിച്ച് കർത്താവേ ആരാധിക്കുക. അപ്പം ഈ സുവിശേഷം എന്നുള്ളത് ചെറിയ കാര്യമല്ല, വിശിഷ്ടമായ ഒരു സംഗതിയാണ്. അപ്പൊ ഈ സുവിശേഷത്തിനകത്ത് എന്താണുള്ളത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്.
ഇവരെ 70 പേരിലും നിരന്നവന്ന് നിൽക്കുക. അപ്പൊ കർത്താവിനോട് അവരെ പൊക്കോ. അപ്പൊ അവര് പോയിട്ട് എന്നെ പറയണം, സുവിശേഷത്തെ എന്താ ഉള്ളത്? അപ്പൊ കർത്താവ് പറഞ്ഞു കൊടുത്തു 3 കാര്യങ്ങൾ, സുവിശേഷത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന 3 കാര്യങ്ങൾ. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചിട്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. 10-ാം വാക്യം വായിക്കുക. 10-ാം വാക്യം വായിക്കേണ്ടത് ഞാൻ പറയാം. യേശു അവരോട് പറയാണ്, നിങ്ങളെ ഒരു വീട്ടിലേക്ക് കയറുമ്പോ പറയണം, നിങ്ങൾക്ക് സമാധാനം. സുവിശേഷത്തിനകത്തുള്ള ഏറ്റവും കാതലായ ഒരു പ്രമേയം ഞാൻ പറയാം, അത് മറ്റൊന്നല്ല, അത് സമാധാനമെന്നാണ്. ഞാൻ ഈ അപ്രതീക്ഷിതമായിട്ടാണ് ഈ നോട്ടീസ് എടുത്തത്. ഞാൻ നോക്കിയപ്പോൾ കാണാം ആദ്യത്തെ കാര്യമല്ല, ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് സമാധാനം. ഇനി ഞാൻ ഇതിനകത്ത് അവസാനം ധാരാളം എഴുതിയത് എനിക്കറിയില്ല, പക്ഷെ മനോഹരമായ ഒരു ലഘുലേഖ നോട്ടീസിന്റെ ബാക്ക് സൈഡിൽ ഞാൻ ആ വാക്കുകൾ ഞാനത് പറയാം. അവസാനത്തെ വാക്കുകൾ: യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുന്നു, അവരുടെ ആത്മാവിന് നിത്യരക്ഷ ലഭിക്കുന്നു, അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും പാപമോചനവും ആത്മാവിന് നിത്യതയും ലഭിക്കുന്നതാണ് സുവിശേഷമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയാണ്, ദേശത്തോട് വിളിച്ചു പറയാണ്, സമാധാനം തരാൻ കഴിയുന്ന ഏക സന്ദേശമാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. അതിന്റെ പേരാ സുവിശേഷം. രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ ഞങ്ങൾ വരുന്ന വഴിയിലും വഴിത്താരകളിലെല്ലാം മുഴങ്ങിക്കേൾക്കുകയാണ്. അതിൽ ഞാൻ കേട്ട രാഷ്ട്രീയ പ്രസംഗങ്ങളിലേറെയും പകയാണ്, വിദ്വേഷമാണ്, വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. എന്നാൽ ഇന്ന് രാത്രി ചെറിയ കൂട്ടത്തിനിടയിൽ ഞാൻ ഉയർത്തുന്ന സന്ദേശം വെറുപ്പിന്റെതല്ല, പകയുടേതല്ല, വൈരാഗ്യത്തിൻ്റെതല്ല, ലോകത്തിൽ സമാധാന സന്ദേശം എന്ന് പറയാൻ കഴിയുന്ന ഏക സന്ദേശം, അതിന്റെ പേരാണ് സുവിശേഷം. അതുകൊണ്ടാണ് എഴുതി വെച്ചത് ഇത് സമാധാന സുവിശേഷമാണ്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്കൊരു ഫോൺ കോള് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഫോണിൽ കൂടെ പ്രാർത്ഥിക്കണ്ട, എനിക്ക് വേണ്ടി നേരിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, സ്ഥലം എവിടെയാ? ഞങ്ങളുടെ അടുത്താണ്, കുണ്ടറ. ഞാൻ അടുത്ത ദിവസം കൊല്ലത്ത് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു. പക്ഷെ വന്നപ്പം ഞാൻ കണ്ടൊരു കാഴ്ച, കുണ്ടറ ആറുമുറിക്കട എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. അവിടെ ഒരു പജീറോ കാറിൽ ഈ മനുഷ്യൻ വാഹനം വന്ന് നിർത്തി ഇതൊക്കെ ഡോർ തുറന്നിറങ്ങി വരിക. നല്ല കതറുമുണ്ടും കതർ ഷർട്ടൊക്കെ ഇട്ട് വളരെ സുമുഖനായ ഒരു മനുഷ്യൻ. ഇപ്പൊ ഇലക്ഷൻ നടക്കാണല്ലോ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ നിങ്ങൾക്കെല്ലാം അറിയാം. കേരളത്തിലെ തന്നെ പ്രമുഖനായ സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അനുജനാണിത്. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും കൈകൾ ഉയർത്തിയിട്ട് ചിരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല. പക്ഷെ വന്ന് എന്റെ മുമ്പിൽ നിന്നിട്ടുണ്ടല്ലോ, കൊച്ചു പിള്ളേര് കരയുന്ന പോലെ പൊട്ടിക്കരയുക. അത് 1 മിനിറ്റ് തീർന്ന കരച്ചിലല്ല, എന്റെ മുമ്പിൽ നിൽക്കുമ്പോഴെല്ലാം പൊട്ടിക്കരയും. നമുക്ക് ആൾക്കാരെല്ലാം ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു നാളെങ്കിലും ഈ കരച്ചിലിനിടയിൽ ഞാൻ 2-3 പ്രാവശ്യം എടുത്തെടുത്ത് ചോദിച്ചു, കരയാത്ത കാര്യം പറ, എന്തിനാ കരുതുന്നത്? അദ്ദേഹം പറഞ്ഞ ഉത്തരം, ഇന്ന് എനിക്ക് അദ്ദേഹം വിഷയമായിരുന്നില്ല. ഭയങ്കര ബിസിനസ്സുകാരനുണ്ടോ, ഇഷ്ടംപോലെ കാശുണ്ട്, എന്തോ പറയാ പാസ്റ്റേ, 3 മാസമായി സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. ഞാൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുമ്പോ വാഹനത്തിൽ പോകുമ്പോഴെല്ലാം ഞാൻ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യം, ഇത്രയും വലിയ സെറ്റപ്പൊന്നും ഇല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ കൃപ. ഈ സംഭവം കഴിഞ്ഞതോടുകൂടി ഞാൻ ഒരു കൺവെൻഷനിലും ഒരു യോഗത്തിലും ആ കൺവെൻഷനിൽ നിന്ന് ഉറങ്ങുന്നവരെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. ഞാൻ ഒരിക്കലും ശല്യപ്പെടുത്തുന്നില്ല, ഉറങ്ങുന്നവരെ ഞാൻ വിളിക്കാനും പറയത്തില്ല. കാര്യം ഞാൻ ചിന്തിക്കും, ഇത്രയും സമ്പത്തും സംവിധാനവും എല്ലാം ഉള്ളപ്പോ വീട്ടിൽ കട്ടിലേക്കാണ് ഉറങ്ങാൻ പറ്റാതിരിക്കുമ്പോ ഇത്രയും സൗണ്ട് നെഞ്ചത്തോട്ട് വരുമ്പോഴേ ഒരു കുഴപ്പവും ഇല്ലാതെ ഇവിടെ നിന്ന് ഉറങ്ങാൻ കഴിയുന്നെങ്കിൽ ഉറപ്പാണ് അപാര സമാധാനം. പക്ഷെ ഈ നന്ദി ഉണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും ഉണരുമ്പോഴേക്കും ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. കാര്യം കർത്താവ് നൽകിയ സമാധാനം. യേശു ഇല്ലാത്തവന്റെ പ്രത്യേകത അവൻ വെളുക്കെ ചിരിക്കുന്നതേ ഉള്ളൂ. അവന്റെ അകത്ത് സ്വസ്ഥത എന്നൊരു സാധനമില്ല. പക്ഷെ നമുക്കിതൊന്നുമില്ലെങ്കിലും
അസമാധാനം തകർന്നില്ലേ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഇവര് ഞാനിവിടെ ഒരു കുഴി ചാവാനില്ല, അതുപോലെ സ്നേഹമാണ്. ഇവർ സ്കൂളിൽ പോയില്ലെങ്കിൽ ഞാനൊന്നും പോയില്ല. പക്ഷെ ഇവര് വീട്ടിൽ ഞാൻ പോയിട്ടില്ല. അപ്പം മേജറാണ്. ഒരു വീട്ടിൽ പോയിട്ട് 2 നില വീടാ. അന്നത്തെ കാലത്തെ കോഴ്സുകാർ ഇപ്പോഴാണ് താർപ്പൂച്ച് കിടക്കുന്നത്. പിന്നെ എല്ലാവരും ഞങ്ങളെ കൊണ്ട് കാണിക്കും. അവിടുത്തെ അത്രയും കാശുള്ള വേറെ ഒരാൾ ഞങ്ങളവിടെ പഠിക്കുന്നില്ല. ഒരിക്കല് വൈകിട്ട് 4 മണിക്ക് ബെല്ലടിച്ചു. ഇവൻ പോകുന്നില്ല. ഇവൻ ക്ലാസ്സിനകത്ത് നിൽക്കുക. ഞാനിങ്ങനെ മാറി നിൽക്കുമ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്നവരോട് ഞാൻ കറങ്ങി ചെറിയ ചോദിച്ചാൽ നീ പോകില്ലേ? എന്നോട് പറഞ്ഞു അപ്പം വന്ന് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ തിരക്കിയപ്പോഴാണ് അപ്പം നാട്ടിൽ വന്നിട്ട് 5 ദിവസമേ ആയിട്ടുള്ളൂ. മദ്യപാനാണ്. മദ്യപിച്ചിട്ട് ഭാര്യയെ തല്ലും, പിള്ളേരെ തല്ലും. ഈ 2 പിള്ളേരും ഈ അമ്മ 4-5 ദിവസമായിട്ട് അപ്പം വന്ന അന്ന് മുതൽ കിടക്കുന്നത് കന്നാലില്ല. ആ സഹോദരനുണ്ടല്ലോ, ഇവരുടെ പെങ്ങൾ ആത്മഹത്യ ചെയ്ത വർഷങ്ങൾക്ക് പോകും. അത്രയ്ക്ക് തകർന്നൊരു കുടുംബം. എന്നിട്ട് ഇങ്ങനെ ബാങ്കിനെ പൊക്കിക്കാണിച്ചപ്പോ അപ്പനെ അടിച്ച് പദം വെച്ചിരിക്കുക. ഞാൻ അവരെ നിർബന്ധിച്ച് വിട്ടോട്ട് കൊടുപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരല്ല, പെന്തക്കോസ്തുകാരല്ലേ, ഞാൻ പോകുന്ന വഴി ഏതെങ്കിലും വണ്ടി കയറി ചാകാൻ പ്രാർത്ഥിക്കടാ. സ്വസ്ഥത എന്ന് പറഞ്ഞൊരു സാധനം എനിക്കില്ല. പക്ഷെ ഞാൻ അന്നേരം ചിന്തിച്ചൊരു കാര്യം, ഇവര് 2 നില വീടില്ലേ, എൻ്റെ അവിടുത്തെ വീടിൻ്റെ അവസ്ഥ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ല. വെള്ള പാത്രം മൊത്തം കൊണ്ട് നിരത്തി വെക്കും. എന്നാലും അതാ നമ്മുടെ വീടിന്റെ ഗതികേട്. അവന്റെ വീട്ടിൽ കോളീസ് ഉണ്ട്, എൻ്റെ വീട്ടിൽ സൈക്കിൾ പോലും ഇല്ല. പക്ഷേ വീട്ടിൽ ചെന്ന് കയറാൻ ആവേശമാണ്. എൻ്റെ കാര്യം എന്തറിയാം, അവന്റെ വീട്ടിൽ ഇല്ലാത്ത ഒന്ന്, കാശ് കൊണ്ട് കിട്ടാത്തത്, വിദ്യാഭ്യാസം കൊണ്ട് കിട്ടാത്തത്, സ്ഥാനം കൊണ്ട് കിട്ടാത്ത ഒന്ന് എനിക്കുണ്ട്. അതിന്റെ പേര് സമാധാനം. അതെങ്ങനെ ഉണ്ടെന്നറിയാം, കാശ് കൊടുത്ത് മേടിച്ചതല്ല, യേശു അകത്ത് വന്നതുകൊണ്ട് കിട്ടിയ സമാധാനമാണ്. ഇന്ന് രാത്രി ഈ വചനം ഒരുപക്ഷെ കടവീതിയിൽ നിന്നോ തെരുവീതിയിൽ നിന്നോ വാഹനത്തിൽ നിന്നോ നീ കേൾക്കുന്നുണ്ടെങ്കിൽ സമാധാനം ഇല്ലയോ സഹോദര? സമാധാനം തരാൻ കഴിയുന്ന യേശുവിനെ ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിട്ട് ഞങ്ങൾ ഉയർത്തിയിട്ട് പറയുന്നു. ആ യേശുവാണ് ലോകത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 14:27, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് വന്നപ്പോ എന്റെ മനസ്സിൽ ഒരു കാര്യം അറിയോ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ഓർക്കണം, അടുത്ത ദിവസം മരിക്കാൻ പോവാ. അല്ലാതെ പിന്നീടുള്ള ദിവസം സുഭിക്ഷമായ ദിവസങ്ങളല്ല. അടുത്ത ദിവസങ്ങൾ മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോഴും യേശു പറയുന്നു, എന്റെ ഹൃദയത്തിനകത്ത് ടെൻഷനല്ല, സമാധാനമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥത്തിൽ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, രോഗമൊന്നുമില്ല, കണ്ണീരൊന്നുമില്ല, കഷ്ടതയൊന്നുമില്ല. അതല്ല ക്രിസ്ത്യൻ ലൈഫ്. ഇതെല്ലാം ഉള്ളപ്പോഴും അനുഭവിക്കാൻ കഴിയുന്ന സമാധാനമാണ് ഈ അകത്ത്. നമുക്ക് മാത്രമേ ഉള്ളൂ. കാരാഗ്രഹത്തിനകത്ത് കിടക്കാൻ പൗലോസും സീലാസും. എന്റെ മനസ്സിലെ ചിന്ത ഞാൻ പറഞ്ഞേ, ഞാൻ ശിവന്മാരെ എത്രയും കാലാമതിട്ട് കൂട്ടിയത്. കാര്യം എന്തായാലും ഓടിപ്പോത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം വിടുവിക്കപ്പെട്ട് രക്ഷപ്പെട്ടിട്ടും അവർ പറഞ്ഞു, നിങ്ങൾ ആരും പേടിക്കണ്ട, ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ട്, നിങ്ങൾ ഓടിപ്പോത്തില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എന്നോട് നാളെ ഉടക്കാനൊന്നും പറ്റരുത്, ഉള്ള കാര്യം എനിക്കൊക്കെ തോന്നിയതെന്ന് പറയും, തോന്നലാണ് തോന്നൽ. എന്റെ ചിന്ത പറഞ്ഞു, ഇവരുടെ സ്വഭാവത്തിൽ തുള്ളിച്ചാണ്. അപ്പം നോക്കിയപ്പം രക്ഷപ്പെടാൻ പറ്റിയൊരു മാർഗ്ഗം ഇവരെ ആമത്തിലിട്ട് കൂട്ടിയത് അനങ്ങത്തില്ലല്ലോ. പിന്നെ കയ്യെന്തിനാ ചങ്ങലയിട്ടെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ചെറിയ കാര്യമാണ്, ചെറിയൊരു ഒരു ഒരു തലമല്ല. കാര്യം കയ്യെ ചങ്ങലയിട്ടില്ലാതെ കയ്യടിച്ചാരാന്ന് ചെയ്യണം. കാലിൽ കുത്തി കയ്യേലും ചങ്ങലയിട്ട് പിന്നെ കോൽ കൊണ്ട് ശരീരം മുഴുവൻ അടിച്ച് തകർത്തിട്ടിരിക്കുക. നമ്മുടെ നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാൽ മതി, നമുക്ക് പിന്നെ യോഗവും വേണ്ട, ആരാധനയും വേണ്ട, നമ്മൾ നാവ് പിന്നെ പൊങ്ങത്തിൽ. എന്നാൽ ഇവര് നോക്കിയപ്പോ ഈ നാവങ്ങ് അകത്തായത് അത് കെട്ടാൻ പറ്റിയില്ല. നാവേ അകത്തല്ലേ, അതുകൊണ്ട് അത് കെട്ടാൻ പറ്റില്ല. അപ്പൊ കെട്ടാഞ്ഞത് തോന്നും. അപ്പത്തെ കാലിലെ ആമോ പൊട്ടി, കയ്യിലെ ബന്ധനോട്ടം. ഇന്ന് തുള്ളിച്ചാടി ആരാധിക്കാൻ പറ്റിയ തുള്ളിച്ചാടി ആരാധിച്ചോളാം. പക്ഷെ ഇരുന്ന് പോയാൽ ഇരുന്ന് ആരാധിച്ചോളാം, കിടന്നു പോയാൽ കിടന്ന് ആരാധിച്ചോളാം, ശ്വാസം ബാക്കി ഉണ്ടെങ്കിൽ ഉള്ള ആരെങ്കിലും ആരാധിച്ചോളാം. എത്ര നാളിങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. ആരാധിച്ചു പോകണമെങ്കിൽ
എന്നോട് ചോദിക്കാണ്, ഇന്ന് ഇവിടെ വന്ന് കൈവെത്താൻ പറ്റുന്നില്ല. കരവെത്താൻ പറ്റുന്നവർക്ക് കരവെത്തിയെന്നില്ല. അതാണ് ഇവിടെ ആരും വീൽ ചെയർ വന്നില്ല, നടന്ന് കയറി വന്നിരിക്കുകയാണ് അല്ലേ. കൈ അടിക്കാൻ പറ്റുമല്ലോ അല്ലേ? കൈ അടിക്കാൻ പറ്റുന്ന കരമൊന്ന് അടിച്ച് ഞങ്ങളുടെ സഹോദരൻ കരമടിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ 4 പേര് കൈയടിച്ചു. കരം അടിച്ചോന്ന് ദൈവത്തെ ശ്രദ്ധിച്ചേ. ചുമ്മാ ഒരു എക്സസൈസിന് കൈയടിച്ചതല്ല. ഇപ്പൊ നിങ്ങൾ നടന്ന് കയറി ഇവിടെ വരുമ്പോ പലരും വീൽചെയറില്ല. ഇന്ന് ഇവിടെ വന്ന് കര ഉയർത്തുമ്പോ പലരും വെന്റിലേറ്ററിലാണ്. കൈ രണ്ടും കെട്ടിയിട്ടിരിക്കുകയാണ്, കാല് കെട്ടിയിട്ടിരിക്കുകയാണ്. നാവൊന്ന് തുറക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നാവ് അനക്കാൻ പറ്റുന്നില്ല, നോക്കിക്കൊണ്ട് കിടക്കുക. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന് കര ഉയർത്താനും കരമടിക്കാനും നാവ് തുറക്കാനും കർത്താവ് ബലം നൽകിയിട്ടുണ്ടെങ്കിൽ പരിസരം മറന്ന് അല്പനിമിഷങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ ആ നിത്യ സമാധാനം തരാൻ കഴിവുള്ള കർത്താവിന് ഒരുമിച്ച് കരമടിച്ചൊന്ന് ആരാധിച്ചാണ്, ഒരുമിച്ച് കരമടിച്ച് അല്പസമയം ആത്മനിറവിലൊന്ന് ആരാധിച്ചാണ്. എന്താ സമാധാനം? ഞാൻ നിങ്ങളെ പിണക്കുന്ന ഒരു കാര്യം പറയാൻ പോവാം. സത്യം പറഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാർക്ക് ഇഷ്ടംപോലുള്ള സാധനങ്ങളായിരുന്നു. ഏതാ ഭക്ഷണം കുറവുണ്ടായിരുന്നു, ഇത്രയും വസ്ത്രമൊന്നും ഇല്ലായിരുന്നു, ഇത്രയും സംവിധാനങ്ങളും വീടും ഒന്നും ഇല്ലായിരുന്നു, നമ്മുടെ കൂടെ വാഹനമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത് ഇഷ്ടം പോലെ നേരം സമാധാനം. കാരണം ഇത് കർത്താവ് നൽകിയത് ഒരു പ്രോമിസാണ്. എന്താണെന്നറിയാം? നദി പോലെ ഞാൻ സമാധാനം ഒഴുക്കാം. പക്ഷെ ഞാനിപ്പോ പലയിടത്തും പോകും മനസ്സിലാവുന്ന കാര്യം, പെന്തക്കോസ്തുകാരുടെ വേണ്ടി സമാധാനം. ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ ദൈവം ഈ വാഗ്ദത്തം തന്നിട്ട് പോലും അതിന്റെ 2-3 തലമുറയായപ്പം വീട്ടിനകത്ത് സ്വസ്ഥതയില്ല. നിങ്ങളെ കരവുയർത്തല്ല, പക്ഷെ പെന്തക്കോസ്തുകാരനായിട്ട് സ്വസ്ഥത അനുഭവിക്കുന്നതിലേക്ക് ചിന്തിച്ചോണം. ചില മിസ്റ്റേക്ക് അകത്തുണ്ട്. ആ കെട്ടും കൂടെ ഈ കൺവെൻഷന്റെ പ്രാരംഭരാത്രി അഴിയണം. എന്റെ കാര്യം പറയാതെ പറഞ്ഞ കാര്യമില്ലല്ലോ. അതെന്നാ കാര്യം എന്ന് ചോദിച്ചപ്പോ ഞാനൊരു വാക്യം പറയാം. കർത്താവ് യെരൂശലേമിനെ നോക്കിയോളൂ. യെരൂശലേം എന്ന് പറഞ്ഞാൽ രാജാവിന്റെ നഗരമാണ്. അവിടെയാണ് ദൈവസാന്നിധ്യം പറഞ്ഞ നാട്. അതിനെ നോക്കിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യേശു പറഞ്ഞു, യെരൂശലേമേ, നിന്റെ സമാധാനത്തിനുള്ള വഴി നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കും പോലെ നിന്നെ മറയ്ക്കാൻ എനിക്ക് മനസ്സായിരുന്നു, പക്ഷെ നിനക്കോ മനസ്സായില്ല. നമുക്കിവിടെ കോഴികളൊക്കെ ഉണ്ടല്ലോ. ഈ കോഴിക്കുഞ്ഞിന്റെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം തട്ടുമ്പുറമല്ല, അടുക്കളയല്ല, അമ്മക്കീഴ് കോഴിയുടെ ചിറകിന്റെ മറമാണ്. കാലിഫോർണിയയിൽ ഒരു കാട്ടുതീ പടർന്നു ചില മാസങ്ങൾക്ക് മുമ്പ്. നിങ്ങൾക്ക് മനോരമയുടെ ഫ്രണ്ട് പേജ് പിക്ചർ ഉണ്ടായിരുന്നു. അപ്പം ഈ കാട്ടുതീയൊക്കെ പടർന്ന് എല്ലാം കഴിഞ്ഞിട്ട് അവരിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു തള്ളക്കോഴി കത്തിക്കഴിഞ്ഞു. ഇതിനെ പൊക്കി നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലാതെ 2 കോഴി കുഞ്ഞു അതകത്ത് എന്ന് പറഞ്ഞാൽ തള്ളക്കോഴി കത്തിയിട്ട് പോലും ഇതിന്റെ അകത്തിരുന്ന് സുരക്ഷിതമായിരുന്നു. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂളായിട്ട് നടക്കുന്നറിയാം? നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല, ഈ കർത്താവ് നമ്മളെ മറയ്ക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? ഈ പ്രൊട്ടക്ഷൻ കൊണ്ടുള്ള രക്ഷയുള്ളൂ. കർത്താവുണ്ടല്ലോ മുമ്പേ നടക്കുകയാണ് നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധി മാറ്റാൻ. അതുകൊണ്ടാണ് പലതും ഏശാതിരുന്നത്. അനുഭവമുള്ളവർ ദൈവത്തെ സ്തുതിച്ചോണം. പിറകിലേ ചില സമയത്ത് പുറകെ നടക്കും. എന്തിനാണെന്നറിയോ? ഫറവോൻ നമ്മെ കീഴ്പ്പെടുത്താൻ വേണ്ടി പാഞ്ഞെടുക്കുമ്പോ തൊഴാതിരിക്കാനാണ് പിറകെ നടക്കുന്നത്. ചില സമയത്ത് കയ്യെ പിടിച്ചോണ്ട് നടക്കും, ഒരപ്പ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ. ചില സമയത്ത് കൈകളിൽ വഹിക്കും സ്വതം, ചില സമയത്ത് മുകളിൽ നിന്ന് നമ്മളെ സൂക്ഷിക്കും. ആ കർത്താവിന്റെ കരുതലത്ര വലുതാണ്. പഴയ പാട്ടിനെ എനിക്ക് പാടാൻ അറിയില്ല. മുമ്പിലും പിറകിലും നടന്നു കാവലായി മേഘമൊന്നരിക്കുമേൽ വിരിച്ചു സ്നേഹമായി ഉള്ളം കയ്യിൽ താങ്ങിടും യേശു
പഴയ പാട്ടാണ്. നമുക്ക് ഒരുമിച്ച് ഒരു 4 വരി പാട്ട് ഒരുമിച്ച് പാടി സഹോദരനാണ് നമ്മളിപ്പം കേട്ട ഈ മാറുകൂടി ചേർത്ത ഞാൻ സൈലസ് ദൈവം കൊടുത്തൊരു ഗാനമാണ്. അപ്പൊ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന ദൈവപേരില് ഇപ്പം നമ്മുടെ കൊയറിലെ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് അവരെ സൈലസം ഉള്ളതിൽ ഓർത്ത് ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യാം. ഒരു പഴയ പാട്ട് നമുക്ക് ഒരുമിച്ച് കരമടിച്ച് ഒന്ന് പാടി നമ്മുടെ കർത്താവിനെ ഒരു 1-2 നിമിഷം നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. അറിയാം സമയം പോയി എങ്കിലും ഒരുമിച്ച് കരമടിച്ച് ദൈവത്തിന് ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവിൻ പിറകിലും നടന്നു കാവലാം മേഘമൊന്നെനിക്കുമേൽ വിരിച്ചു സ്നേഹമാം മരുഭൂമിയിലുള്ള കയ്യിൽ താങ്ങിടും യേശു നല്ലവൻ മുൻപിലും പിറകിലും നടന്നു കാവലാം സ്നേഹമൊന്നെനിക്കുമേൽ വിരിച്ചു മരുഭൂമിയിലുള്ള കയ്യിൽ താങ്ങിടും യേശു നല്ലവൻ യേശു നല്ലവൻ ഓ യേശു നല്ലവൻ എനിക്കു യേശു നല്ലവൻ നല്ല രക്ഷകന്റെ നാമം പാടുക യേശു നല്ലവൻ അതേ യേശു നല്ലവൻ യേശു നല്ലവൻ ഓ ശാപകാലത്തെ ക്ഷേമത്തോടെ കാത്തിടും കിടത്തിടുന്നവൻ വേണ്ടതെല്ലാം പോറ്റിടുന്നവൻ യേശു നല്ലവൻ ഓ യേശു നല്ലവൻ ഓ യേശു നല്ലവൻ യേശു നല്ലവൻ നല്ല രക്ഷകന്റെ നാമം പാടുക യേശു നല്ലവൻ അതേ യേശു നല്ലവൻ യേശു നല്ലവൻ ഓ യേശു നല്ലവൻ. ഈ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഇരിക്കുന്നതോളം കാലം ശത്രുവിന് നമ്മെ തൊടാൻ പറ്റില്ല. ആ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്ന സമാധാനത്തിന്റെ അടിസ്ഥാനം. അത് വിശ്വസിക്കുന്നവരെ കരങ്ങളോ ഉയർത്തി കർത്താവിന്റെ സ്വാഗതം. അപ്പൊ സുവിശേഷത്തിൽ എന്താ ഉള്ളത്? സമാധാനം. ഇനി 10:9 വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്. യേശു പറയാണ്, നിങ്ങൾ ഗ്രാമത്തിലേക്ക് കയറുമ്പോ പട്ടണത്തിലേക്ക് കയറുമ്പോ രോഗിയെ സൗഖ്യമാക്കണം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, അപ്പൊ എന്നാ പ്രശ്നം പറയും? ഈ എഴുതിയ കക്ഷികളെ എഴുതിയ ആളാരാണ്? ലൂക്കോസാണ്. ലൂക്കോസാരാണ് വൈദ്യൻ. പുള്ളിക്കൊരു രോഗിയെ കണ്ട മനസ്സിലാവും, ഒരു രോഗത്തിന്റെ സിംറ്റം കാണാൻ മനസ്സിലാവും. പക്ഷെ ഈ നിൽക്കുന്ന 70 എണ്ണം ഇത് പല സ്കൂളിന്റെ വരാന്ത പോലെ കണ്ടിട്ട് മെഡിക്കൽ സയൻസ് എന്താണെന്ന് ഉച്ചരിക്കാൻ പോലും അറിയാത്ത 70 എണ്ണത്തോട് പറയാണ്, എന്റെ ഭാഷയില, നിങ്ങൾ ഗ്രാമത്തിലേക്ക് കയറുമ്പോ പട്ടണത്തിലേക്ക് കയറുമ്പോ ഒരു രോഗിയെ കണ്ട വിടരുത്, കൈവച്ചേക്കണം, സൗഖ്യം വ്യാപരും. അതല്ല കാര്യം ലളിതമാണ്. കർത്താവ് പറഞ്ഞിട്ടുള്ളത് ചുമ്മാതെ വെറും കൈയായിട്ടല്ല. 2 കാര്യം കൊടുത്തു. ശക്തി കൊടുത്തു, അധികാരം കൊടുത്തു. 9 അധ്യായം. ശക്തി കൊടുത്തു, അധികാരം കൊടുത്തു. ആ വാക്കൊന്ന് പറഞ്ഞു അകത്ത് കയറിയാൽ മതി. നമ്മൾ സാധാരണക്കാരല്ല. യേശു ചോദിച്ചു, ഞാൻ ആരാ? അപ്പൊ അവര് പറഞ്ഞു, ചിലര് പറഞ്ഞു ഏലിയാവ്, ചിലര് പറഞ്ഞു യോഹന്നാൻ, ചിലര് പറഞ്ഞു ഇരമ്യാവാണ്. അപ്പൊ കർത്താവ് നാട്ടുകാർ പറയുന്നല്ലേടാ, നിങ്ങൾക്ക് എന്താ എന്നെ കുറിച്ചുള്ള അഭിപ്രായം? അപ്പൊ കർത്താവിന്റെ മാർഗോട് ചേർന്നിരുന്ന യോഹന്നാനുണ്ട്, അവരൊന്നും പറയില്ല. പിന്നെ പണശക്തിയായിട്ട് നടക്കുന്ന ഒരു വിഷയമുണ്ട്, പുള്ളിയുടെ പേര് എല്ലാവർക്കും അറിയാം, യൂദ. അദ്ദേഹം ഒന്നും പറയില്ല. പക്ഷെ 10 വർഷം മുമ്പ് വന്നിട്ട് പറഞ്ഞു, അങ്ങാരെന്ന് ഞാൻ പറയാം, അതിന്റെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇത് കേട്ടപ്പോഴേ കർത്താവ് പറഞ്ഞു, കണ്ടേ, ഇതിന്റെ അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തതല്ല, ഇത് പിതാവ് കൊടുത്ത വെളിപ്പാടാ. എന്നിട്ട് അവനോട് പറഞ്ഞ വാക്ക് ഞാൻ പറയാം, നീ അഴിച്ചാൽ അഴിയും, നീ കെട്ടിയാൽ കെട്ടും, നീ കൽപ്പിച്ചാൽ
സംഭവിക്കും. ഈ വളരെ കൺവെൻഷന്റെ പ്രാരംഭ രാത്രി ഒരു ദൂത്യ ദൈവസഭകളോട് വിളിച്ചു പറയാണ്, ഈ കൺവെൻഷൻ കഴിഞ്ഞ് സാധാരണക്കാരായിട്ട് പുറത്തു പോകരുത്. ഈ വെളിപ്പാടകത്തു കയറി ചിലതിനെ കെട്ടാൻ, ചിലതിനെ അഴിക്കാൻ, ചിലത് കൽപ്പിക്കാൻ ഉള്ള അധികാരത്തോടെ പുറത്തു പോകും എന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. പല മീറ്റിംഗിന്റെ കളത്തുമില്ലാത്ത ഒരു സംഗതി എഴുതി വെച്ചത് സന്തോഷം. ഇവിടെ അത്ഭുത രോഗശാന്തി ശുശ്രൂഷ എന്നെ നിരാശപ്പെടുന്ന പറയല്ല. ഇവിടെ ഇതിന് കഴിവുള്ള ഒരാളില്ല. ഞാൻ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ 50 ദിവസം ഇവിടെ സ്റ്റേ ചെയ്താലും ഒരു മൂക്കിപ്പനി മാറ്റാനുള്ള കരുത്തെനിക്കില്ല. ഇവിടെ ഇരിക്കുന്ന ഒറ്റ പാസ്റ്റർമാർക്കില്ല. ഞാനാണ് ഏറ്റവും ജൂനിയർ ചിന്തിച്ചോ, സീനിയേഴ്സ് ആയിട്ടുള്ള പാസ്റ്റേഴ്സിന് പോലും ആ കഴിവുള്ളവർ ഇതിനകത്തില്ല. പക്ഷെ ആ ദൈവദാസൻ തന്റെ ഇടത്തോടെ ഇത് എഴുതിയ കാര്യം എന്ന് പറയുക, ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ മനസ്സിൽ ചിന്തിച്ചല്ല, മറിച്ച് ഇത് ചെയ്യാൻ കഴിവുള്ള ഒരുവൻ ഇവിടെ ഉയർത്തപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ പേര് അത്ഭുത മന്ത്രിയെന്ന, ദൈവമെന്ന, നിത്യ പിതാവെന്ന, സമാധാന പ്രഭുവെന്ന അവനെ ഉയർത്തിയാൽ ദൈവ പ്രവൃത്തി സംഭവിക്കും. ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് കിടന്നത്. ഈ ഭാഗം ഈ കോതമംഗലത്തിൽ ഞാൻ വന്നിട്ടുണ്ട്. 2-3 വർഷം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ 2 വർഷം മുമ്പ് അവിടെ ഒരു കൺവെൻഷൻ വന്നു. അവിടുത്തെ യുവജനങ്ങൾ നടത്തിയ കൺവെൻഷൻ. ഒരു 300 പേരെങ്കിലും ആ യോഗത്തിൽ ഉണ്ടെന്നുള്ളതാണ് എന്റെ ഏകദേശ ചിന്ത. പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേക്കാം. ഞാൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞൊരു 10 പേര് എഴുന്നേക്കുന്നതാണ്. എവിടെയും ഒരാള് എഴുന്നേക്കും. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു, പെങ്കൊച്ച അവിടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പോയി. അടുത്ത ദിവസം ഞങ്ങൾ വേറൊരു യോഗത്തിന് പോകണം. അപ്പൊ എനിക്കൊരു കോള്. അപ്പൊ ഞാൻ എടുത്തപ്പോ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്നെ മനസ്സിലായില്ല. പറഞ്ഞില്ല, ഞാൻ പാസ്റ്റർ കോതമംഗലത്ത് വന്ന് പ്രസംഗിച്ചപ്പോഴേ അവസാനം പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ കൈപൊക്കിയില്ലേ. ഞാൻ അപ്പം മനസ്സിലായി, ഉടനെ ഉള്ളായിരുന്നു. ഞാൻ മോളെ എന്തിനാ മോളെ വിളിച്ചത്? എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് എന്താണ് എൻ്റെ പേര്, 24 വയസ്സാണ്, എൻ്റെ വിവാഹം എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ശരീരത്തിൽ ഭയങ്കര പ്രയാസം. അങ്ങനെ പല ഹോസ്പിറ്റലിൽ പോയി രോഗം കണ്ടുപിടിച്ചില്ല. പക്ഷെ എറണാകുളം ലേക്ഷർ ഹോസ്പിറ്റലാണ് രോഗം ഡയഗ്നോസ് ചെയ്യുന്നത്. എൻ്റെ സഹോദരങ്ങളെ ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജൊക്കെ പിന്നിട്ടു. അറിഞ്ഞില്ലേ കുഞ്ഞ് രോഗം കഴിഞ്ഞ സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു നേരത്തെ. അങ്ങനെ ആ റിപ്പോർട്ട് കേട്ട് തകർന്നാണ് ആ വീട്ടിൽ വരും. അപ്പം വൈകിട്ട് കൺവെൻഷൻ പോകാൻ വേണ്ടി അപ്പം പറഞ്ഞു, റെഡിയാവാൻ പറഞ്ഞപ്പം അവള് പറഞ്ഞു, അപ്പേ ഇത്രയും നാൾ ദൈവത്തെ വിളിച്ചിട്ട് നമ്മുടെ ഗതി ഇതായി, ഞാൻ വരുന്നല്ലോ. അപ്പൊ അപ്പം പറഞ്ഞു, ലേക്ഷറിലെ ഡോക്ടറല്ലേ പറഞ്ഞ ഇതൊക്കെ, പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലമുണ്ടല്ലോ അത് അസാധ്യങ്ങളെ സാധ്യമാകുന്ന സ്ഥലം. അങ്ങനെ ഈ കൊച്ചിനെ യോഗത്തിൽ വന്നു. എന്നോട് പറഞ്ഞ് പാസ്റ്റർ പ്രസംഗയുടെ പരിഗണന തോന്നില്ല. പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വരാൻ പറഞ്ഞപ്പോൾ എൻ്റെ അകത്ത് ആരോ പറയുക കരവിളക്കുക. ഞാൻ നോക്കി ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടോ. ഞാൻ 1 മിനിറ്റ് കഴിഞ്ഞാൽ കൈ നോക്കിയത്. ഞാൻ നോക്കിയപ്പോൾ ഒരെണ്ണമില്ല. പക്ഷേ എന്നോട് പരിശുദ്ധമാ പറഞ്ഞുകൊണ്ട് ഞാൻ നിർബന്ധം കൊണ്ട് കൈ നോക്കിയത്. ഭാഷ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴും എനിക്കൊരു ഫീല് തോന്നിയില്ല. തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഷോക്ക് അടിക്കുന്നതുകൊണ്ട് അനുഭവം. ഞാൻ അപ്പനോട് പറഞ്ഞു, എനിക്കൊരു ഫീൽ തോന്നുന്നു. അപ്പൊ സ്റ്റിയറിംഗ് ചിരിക്കുന്നതിന്റെ ഇടയിൽ അന്യഭാഷ പറഞ്ഞോട് പറഞ്ഞു, മോളെ ദൈവത്തിന്റെ തൊടുവഴി. കാറിന്റെ ബാക്ക് സൈഡിൽ റിപ്പോർട്ട് എന്റെ അമ്മ കാരണമടിച്ച് അന്യഭാഷ പറഞ്ഞ് കണ്ണീരോടെ വീട്ടിൽ ചെല്ലുന്ന സമയം വരെ ആത്മനിലവിൽ ആരാധിച്ചോടെ ഞങ്ങൾ പോയത്. വീട്ടിൽ ചെന്നു കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നേഴ്സറി ചെന്ന് ചെക്ക് ചെയ്യാൻ നേരം അവർ സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞത് എനിക്ക് വട്ടാണ്. നിർബന്ധം കൊണ്ട് ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ആ മോളെ ശരീരത്തിൽ അങ്ങനെ രോഗമില്ല. പ്രസംഗിക്കാൻ കയറി വന്ന സിവിൽ പാസ് ആയതുകൊണ്ടല്ല, പാട്ടുപാടാൻ വന്നവരായതുകൊണ്ടല്ല. പക്ഷെ അവിടെ വേറൊരു കടന്നു. അവൻ അദൃശ്യന. അവന്റെ പേരാണ് അത്ഭുതമന്ത്രി. അവന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടപ്പോ ലേക്ഷർ ഹോസ്പിറ്റലിന്റെ നെഗറ്റീവ് റിപ്പോർട്ട് കേട്ട് പൈതലിനെ വിടുവിച്ചെങ്കിൽ ഇന്ന് രാത്രി അത്ഭുത സൗഖ്യതരാ
അടുത്തുള്ള ദൈവാത്മാവിന്റെ കരം ഈ പന്തലിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അല്പസമയം അവസരം തുറന്ന് കർത്താവിനെ ആരാധിച്ചാൽ വയച്ചവരെ സൗഖ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ ശരീരത്തിൽ സംഭവിക്കുക. ഈ പന്തലിനകത്ത് മാത്രമല്ല ചില വിദൂര മണ്ഡലങ്ങളിൽ പോലും ആ ഹീലിംഗ് പവർ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് സമയത്ത് സ്വാതന്ത്ര്യത്തിലാണ്. സുവിശേഷത്തിനകത്ത് സമാധാനമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞുകൂടെ കണക്ട് പറയാം. സുവിശേഷം നിത്യജീവനാണ്. സുവിശേഷത്തിനകത്ത് സമാധാനമുണ്ട്. സുവിശേഷത്തിനകത്ത് രോഗസൗഖ്യമുണ്ട്. ഇനി അടുത്ത കാര്യം പാസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത് മൊത്തം അതാണ്. 9ാമത്തെ വാക്യം അവിടെ എഴുതി രോഗികളെ സൗഖ്യമാക്കിയിട്ട് ദൈവരാജ്യം സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗം. ഇതാണ് സുവിശേഷത്തിന്റെ ആത്യന്തികമായ പ്രമേയം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, 7 തലമുറയിലും ഇതേ പ്രസംഗമുണ്ട്. ദൈവരാജ്യം ഇത് പ്രസംഗിച്ചു തുടങ്ങി മരുഭൂമിയിൽ ഒരുവൻ പേര് യോഹന്നാൻ സ്നാപകൻ. ആ പാവപ്പെട്ടവന്റെ തലമുട്ടി. അപ്പൊ പിന്നെ യേശു പ്രസംഗിച്ചു തുടങ്ങി, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെടുകയും ക്രൂശിക്കേറ്റി. പ്രസംഗം തീർന്നില്ല. നേരെ പത്രോസ് പ്രസംഗിച്ചു തുടങ്ങി, അവൻ തലകീഴായി ക്രൂശിച്ചു. അപ്പൊ പിന്നെ പൗലോസ് പ്രസംഗിച്ചു തുടങ്ങി, പൗലോസിന്റെ തലയറുത്തു. ഇത് പ്രസംഗിച്ചതിന്റെ പേരിൽ വിശുദ്ധ മർക്കോസിനെ കുതിരയുടെ വാലി കെട്ടിയിട്ട് തെരുവീതിയുടെ വലിച്ചടിച്ചു കൊന്നത്. ഇത് പ്രസംഗിച്ചതിന്റെ പേരിൽ ഗ്രഹാസേസിനെ പിള്ളേരെ പച്ചയ്ക്ക് ജീപ്പിലിട്ട് കത്തിച്ചു. പക്ഷേ അവരൊക്കെ ഇത്രേ പോയി. പക്ഷേ പ്രസംഗത്തിന് ഇന്നും മാറ്റില്ല. 2026 ഈ ഏപ്രിൽ മാസം ആദ്യ ദിവസങ്ങളിൽ ഇവിടെ ഞങ്ങൾ പിന്നെയും വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ പ്രസംഗിച്ച അതേ സന്ദേശം, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെടുകയും. എന്നാൽ ഇത് പ്രസംഗിച്ചതിന്റെ പിശാചാരൊക്കെ കയ്യിലെടുത്തിട്ട് എന്റെ തല വെട്ടിയാൽ ഒരു പ്രശ്നമില്ല. അവിടെ പെർബച്ചാണേലും എന്റെ മോൾ ഇവിടെ പ്രസംഗിക്കുന്നു. അത് പ്രസംഗിക്കുന്നത് മറ്റൊന്നല്ല, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെടുകയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊക്കെ ദൈവദാസന്മാരാ. നമ്മൾ എന്നാ പോകുന്നത് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്. അവരും മറ്റൊന്നല്ല പ്രസംഗിക്കാൻ പോകുന്നത്, ദൈവരാജ്യം, ദൈവരാജ്യം, ദൈവരാജ്യം. ഈ ദിവസങ്ങൾ നടക്കുന്ന കൺവെൻഷനിൽ നമുക്ക് മറിമായങ്ങൾ വേണ്ട, ക്രിസ്തുവിനെ കച്ചവട ചരക്കാക്കുന്ന സന്ദേശങ്ങൾ വേണ്ട. കല്യാണത്തോടെ നമുക്ക് പറയാൻ ഏക സന്ദേശം, ദൈവരാജ്യം സമീപമായി. പക്ഷേ ഈ ദൈവരാജ്യം സമീപിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഒരു വാക്കും കൂടെ, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെടുക. ഇതാണ് പ്രസംഗത്തിന്റെ പ്രമേയം. നമ്മുടെ പിതാക്കന്മാരെ ഇതാ പ്രസംഗിച്ചത്. അല്ലാതെ ഇസ്രായേല് അവിടെ കൊണ്ടുവന്ന് ബോംബിട്ടതോ, ഇറാൻ അങ്ങോട്ട് കൊണ്ടുപോയി അടിച്ചതോ, പശുക്കുട്ടിയെ കിട്ടുന്ന കഥയോ, യെരൂശലേം ദേവാലയം പണിയാനുള്ള കല്ലിന്റെ കഥയോ പറഞ്ഞല്ല ഒരിടത്തും ദൈവരാജ്യം പ്രസംഗിച്ചത്. ഇതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച ഒരു കാര്യമുണ്ട്, മര്യാദയ്ക്ക് ജീവിച്ചില്ലേ കൈവിടപ്പെട്ടു പോകും. അതുകൊണ്ട് മാനസാന്തരപ്പെടണം എന്നുള്ളതാണ് ദൈവരാജ്യത്തിന്റെ സന്ദേശം. പക്ഷെ അതിന്ന് നമ്മുടെ പ്രസംഗവേദിയിൽ അല്ലെങ്കിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നം പറയൂ, നമ്മൾ പ്രസംഗിച്ചിട്ട് നേരത്തെ പറഞ്ഞല്ല, ദൈവത്തിന്റെ കുഴപ്പമില്ല, ഒരു കരുതയായാലും ദൈവം പ്രസംഗിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോഴല്ലോ, 2 ഹൈന്ദവ സഹോദരന്മാര് യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് പറയാം. അത് നിങ്ങൾ ചിലപ്പോൾ കേട്ടുണ്ടാവും, കേട്ട് കാണും, കേട്ടില്ലെങ്കിൽ ഇന്ന് പോയി കേൾക്കാം. ABC മലയാളം ന്യൂസ് ചാനൽ പേര്. അത് ക്രിസ്ത്യാനിയുടെ ചാനലല്ല, പെന്തക്കോസ്താന്റെ ചാനലല്ല, തീവ്ര ഹിന്ദു നിലപാടുള്ള ചാനലാണ്. അതിനകത്ത് 2 സഹോദരന്മാർ, ഒരാളുടെ പേര് വാടക സുനിൽ, നിങ്ങൾക്ക് പറഞ്ഞറിയാം. പിന്നെ വേറെ ആള് രാമേന്ദ്ര സാർ. രാമേന്ദ്ര സാർ പോലെ ഭയങ്കര പണ്ഡിതനാണ്. സുനിലും മോശമല്ല. 2 ഹൈന്ദവ സഹോദരന്മാർ. അപ്പൊ ഇസ്രായേൽ യുദ്ധമൊക്കെ നടത്തുന്നതിനെ കുറിച്ച് പറയാം. സുനിൽ പറയാണ്, എന്റെ നാട്ടിലുള്ള ക്രിസ്ത്യാനികളെല്ലാം പറയുന്നത് ബൈബിള് പറയുന്ന പോലാണ് ലോകം ചലിക്കുന്നത്. ഞാനത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് ഞാനിത് അറിയാൻ വേണ്ടി പഠിച്ചു തുടങ്ങിയതാണ്.
അപ്പൊ എനിക്ക് മനസ്സിലായി അവര് പറയുന്ന സത്യമാണ്. ബൈബിള് പറയുന്നതാണ് ലോകം ചലിക്കുന്നു. അപ്പൊ ഓരോ സംഭവങ്ങളും വെച്ച് അദ്ദേഹം പറയാം, യേശയ്യാവ് ഇത് പറയുന്നു, യെഹെസ്കേൽ ഇത് പറയുന്നു, എസ്തേർ ഇത് പറയുന്നു, ഇങ്ങനെ പറയാം ഒരു ഹൈന്ദവ സഹോദരൻ. അപ്പൊ ഉടനെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇപ്പൊ ഞാൻ വായിച്ച് ഇതിന് ഭയങ്കര ആവേശമായി. ഇപ്പൊ ഞാൻ ബൈബിള് പഠിച്ചിട്ട് ഞാനിപ്പം കാണുകയാണ് നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു. അപ്പൊ ഉടനെ ഇങ്ങനെ പുള്ളി ആവേശം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ രാമേന്ദ്ര സാർ തിരിച്ചോണ്ടിരിക്കുക. അപ്പൊ സാറ് ചോദിച്ചു, സുനിലെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇങ്ങനെ ഇതെല്ലാം ബൈബിൾ പറയുന്നത് എന്ന് പറയുമ്പോ ഇവര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഇവരുടെ ദൈവം വരും, ഇവരുടെ യേശു വരുമെന്ന്, അത് സത്യമാണ്. പറഞ്ഞുകൊണ്ട് തീരുന്നതിന് സുനിൽ പറയാം, അതെന്ത് ചോദിക്കാ സാറേ, ഈ പറഞ്ഞതല്ല അതുപോലെ നടന്നെങ്കിൽ അത് മാത്രം നടക്കാതിരിക്കോ? ഒരു സംശയമില്ല, അവര് പറഞ്ഞ സത്യമാണ്, അവരുടെ ദൈവം വരും. ഇനി അടുത്ത കാര്യം നിങ്ങൾ കൈയടിച്ച പോലെ കഴിക്കാൻ സാധ്യതയില്ല. അദ്ദേഹം പറയാണ്, അതുകൊണ്ടാണ് ഇവരുടെ അച്ഛന്മാരും ഇവരുടെ ഉപദേശമാരും എല്ലാ യോഗത്തിലും ഇവരോട് പറയുന്നത് നീ ശരിയാകണം. കാര്യം ഇവരുടെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് ശരിയല്ലാത്തവരൊന്നും പോകത്തില്ലെന്നാണ്. അപ്പൊ ഞാൻ അന്നോട് ചിന്തിക്കുക, സുനിലെന്തിനാ ഇങ്ങനെ പറഞ്ഞേ എന്ന് ചോദിച്ച് രാത്രിയായപ്പോൾ ദൈവനോട് പറഞ്ഞു, നീ പറയാത്തോട്ടാ. നമ്മളിങ്ങനെ മസാല അടിച്ചും ആൾക്കാരെ സൂചിപ്പിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇത് പറയാൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് പെന്തക്കോസ്തുകാരനെ കിട്ടാതിരുന്നപ്പോ നല്ല ഹൈന്ദവ സഹോദരനെ എടുത്തു വെച്ചിട്ട് വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിത്യതയിൽ ചെല്ലത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്തുകാർ കേൾക്കണം. ദൈവദാസനോട് പറഞ്ഞു, പെന്തക്കോസ്തുകാർ കേൾക്കണം, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവരാജ്യത്ത് പോവില്ല. ഇപ്പം ഫുൾ വെള്ള കാണാൻ വേറെ ആരും ഇല്ല. ഭാഷയുടെ ചെറിയൊരു വ്യത്യാസം. ഫുൾ വെള്ളയല്ല, ഞാൻ ഫുൾ വെള്ളയാണ്. ഇത്രയും വൈറ്റ് അടിച്ച് വന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന എന്റെ ചിന്ത. അപ്പൊ എന്നെ കാണുമ്പോൾ നിങ്ങൾ പറയും പെന്തക്കോസ്തുകാരൻ ഒത്ത വേഷം, അത് പുറമേ ഉള്ളൂ. യഥാർത്ഥ പെന്തക്കോസ്തുകാരനാണോ എന്ന് അകം നോക്കി അറിയണം. ചില തീവ്ര പെന്തക്കോസ്തുകാരുണ്ട്, ടി വി പോലും കാണും. നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. മതിലെ മൊത്തവും ബൈബിൾ വാക്യം. നാട്ടുകാരനോട് ചോദിക്കണം, ഈ പുള്ളി എങ്ങനെ ഉണ്ടെന്ന്. കാര്യം പെന്തക്കോസ്തിനെ അറിയുന്നത് കൈയടി കൊണ്ടല്ല, ജീവിത വിശുദ്ധി കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തൂത്തുവാരി IPC ചട്ടക്കൂടും സഹിയോ സഭയും AG എല്ലാത്തിനെയും കൂടെ പൊക്കിക്കൊണ്ട് പോകാനല്ല കർത്താവ് വരുന്നത്. ഇതിനകത്ത് കതിരും പതിരും വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്. വിശുദ്ധിയോടെ ജീവിക്കുന്ന ഭക്തരെ കേൾക്കാൻ കർത്താവ് വരുന്നതെങ്കിൽ ദൈവരാജ്യം സമാഗതമായി ഈ മാനസാന്തരത്തിന്റെ സന്ദേശം വിളിച്ചു പറയാ. ഈ തലമുറയിൽ കർത്താവ് നാളെ വേണം. ഞാൻ പറയാൻ പോകുന്നത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ മീറ്റിങ്ങിനകത്ത് കർത്താവ് അങ്ങനെയുള്ളതിനെ അന്വേഷിക്കുക. ഇത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ മുഖത്ത് നോക്കിയിട്ട് മാനസാന്തരം എന്ന് പറയാ കരുത്തുള്ളവരെ ദൈവത്തിന് വേണം. അപ്പൊ ഞാന് എന്റെ ജീവിതത്തിൽ അങ്ങനെ കർത്താവ് മാറ്റിയിട്ടുണ്ട്. എനിക്ക് പ്രസംഗിക്കാൻ കഴിവുള്ള ആളല്ല, എനിക്ക് ഒരു കഴിവില്ല. ഞാൻ സെമിനാരിൽ പഠിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ ആളുകളുടെ കൂടുതൽ ഇരുന്നിട്ട് വേദിയിൽ എന്റെ പ്രായത്തുള്ള എന്നെക്കാളും പ്രായമുള്ളവരൊക്കെ കർത്താവിന് വേണ്ടി കത്തുമ്പോ ഞാൻ അവിടെ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, കർത്താവ് അത്രയും കാര്യമൊന്നും വേണ്ട. തെറ്റില്ലാതെ ഒരു അരമണിക്കൂർ പ്രസംഗിക്കാൻ സമയം തരുമ്പോ തെറ്റില്ലാതെ പറയാൻ പറ്റിയിരുന്നു. കർത്താവിനോട് ദൂത് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നത് മുമ്പിൽ ആരാ നിൽക്കുന്നതെന്ന് നോക്കാതെ, കാശ് നോക്കാതെ, പച്ചയ്ക്ക് പിടിച്ചു പറഞ്ഞാൽ നിന്നെ ഞാൻ ഉപയോഗിക്കാം. യിരെമ്യാവിനോട് പറഞ്ഞു, നീ ചിലതിനെ പൊളിക്കണം, ചിലതിനെ പണിയണം, ചിലതിനെ കെട്ടണം, ചിലതിനെ അടിച്ചുവിടണം, ചിലതിനെ നിർമൂലമാക്കണം. യിരെമ്യാവ് പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, ഞാൻ ബാലന. കർത്താവ് പറഞ്ഞു, മോനെ നീ ബാലന പറയരുത്. എവിടെങ്കിലും പോകാൻ പറഞ്ഞ പൊക്കോണം, എന്തെങ്കിലും പറയാൻ പറഞ്ഞ മുഖത്ത് നോക്കി പറയണം. ഇന്ന് രാത്രി ഇതിനകത്തുള്ള ചിലരെ ദൈവത്തിന്റെ ആത്മാവ് തിരയുക. കർത്താവിന്റെ ദൂത് പച്ചയ്ക്ക് വിളിച്ചു പറയാം. ദേശത്തോടായാലും സഭയ്ക്കകത്തായാലും മാനസാന്തരത്തിന്റെ സന്ദേശം വിളിച്ചു പറയാൻ കരുത്തുള്ളതിനെ ദൈവം അന്വേഷിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ തയ്യാറാന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അതിന് പ്രതികരണമാകട്ടെ. കരവും അടിച്ച് ഒരുമിച്ച് പ്രതികരിച്ചാട്ട് ദൈവരാജ്യം സമാഗതമായി. അതിനുവേണ്ടി ഒരുങ്ങാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർക്കാണ് ദൈവത്തിന്റെ സ്തോത്രം.
ഞാൻ സമയം ഏകദേശം പിന്നിട്ട് കഴിയുന്നു, എങ്കിലും പറഞ്ഞു നിർത്താം. അപ്പൊ ഇങ്ങനെ സുവിശേഷത്തിനകത്ത് 3 പ്രമേയങ്ങൾ. നിത്യജീവന്റെ കാര്യം നിൽക്കട്ടെ, അത് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ സമാധാനം, രോഗസൗഖ്യം, ദൈവരാജ്യ സന്ദേശം. ഇത് ഏൽപ്പിച്ച കഥാവില്ല. ഇവര് പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു എന്ന് പറയുമ്പോൾ 10:17 ഒന്ന് നോക്കി, 10:17 അപ്പൊ അതിലെഴുതിയിരിക്കുന്നത് അപ്പൊ സന്തോഷത്തോടെ മടങ്ങണം. ആ 70 പേര് അങ്ങനെ അതൊരു സന്തോഷം. 70 പേര് ഒരുമിച്ച് വന്നല്ലോ. നമ്മളാണെങ്കിൽ 10 അങ്ങോട്ട് 15 ഇങ്ങോട്ട് ഒന്നും പോയില്ല, എല്ലാം ഇങ്ങോട്ട്. അതൊരു സന്തോഷം. സത്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രയും പേരെ ഒറ്റക്കെട്ടാണ് നിന്നാൽ നമുക്ക് ദേശത്തെ ആക്കാം. നമ്മുടെ ഇടയിൽ ഐക്യതയുടെ വിഷയം. നമ്മളൊന്നാണോ നമുക്കൊരു വലിയ ദൗത്യം ഈ ദേശത്ത് ചെയ്യാനുണ്ട്. ഞാൻ പറയുന്നത് ആമേ പറയുന്നത് കരവും ഉയർത്തി. പിന്നെ സന്തോഷത്തോടെ പറയുന്നതെങ്കിൽ കാര്യം തന്നെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് ചെയ്തു. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ, കുഞ്ഞുങ്ങൾ കുറച്ച് പേരൊക്കെ ഉള്ളൂ എങ്കിൽ അവര് പരീക്ഷ എഴുതിയിട്ട് നമുക്ക് എഴുതിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മുഖം കാണാൻ പറയുന്നത് അറിയാം. നിങ്ങൾ അനങ്ങാതിരിക്കുന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഭാഷയെ ഇപ്പൊ എല്ലാവരും പഠിക്കും, അത് സത്യമാണ്. അപ്പൊ അതൊക്കെ വിട്ട് പണ്ട് 210 ഒപ്പിച്ച് തന്നിരുന്ന കാലം ഓർത്താൽ 210 ഒപ്പിക്കുന്ന കാലം. ഈ കോപ്പി അടിച്ചാണെങ്കിൽ 210 കിട്ടുമെന്ന് ഉറപ്പുള്ളവരെ മുഖട്ടുണ്ടാവും. ഒരു സന്തോഷമാണ്. കാര്യം എന്നറിയോ, അപ്പൊ പാസ്സാകുമെന്ന് ഉറപ്പിച്ചതിന്റെ സന്തോഷമാണ്. ഞാൻ ചോദിച്ചു, ഈ ഭൗതിക കാര്യത്തിന് ഇത്രമാത്രം വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാര്യം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഇത്രമാത്രം സന്തോഷം ഉണ്ടാവുമെങ്കിലും ദൈവം ഏൽപ്പിച്ച കാര്യം ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമൂഹത്തെ സന്തോഷം എത്ര വലുതായിരിക്കും. ഇപ്പം ഇന്ന് നമ്മുടെ യോഗേഷ് പാസ്റ്ററയോ ഇതിന്റെ സംഘടനകാരൊക്കെ എനിക്ക് അറിയില്ല, എല്ലാവരും അവരുടെ മുഖത്തൊക്കെ ടെൻഷനുകളുണ്ട്. കാരണം ഞാൻ ഒത്തിരി യോഗം നടത്തിയതാണ്. ഇന്നും നാളെ മറ്റന്നാളൊക്കെ ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഈ മീറ്റിംഗ് കഴിഞ്ഞ് അവരുടെ മുഖത്തോട് പോകണം. അതിനറിയാം കാശ് പോയെങ്കിലും ഏൽപ്പിച്ച ദൗത്യം ചെയ്തതിന്റെ സന്തോഷം. ഞാനീ പറയാറുണ്ട്, 40 ഉപവാസം ഇരിക്കുന്നതിനേക്കാൾ സന്തോഷമാണ് ഒരു 2 പേരുടെ സുവിശേഷം. ഞാൻ ഈ ടൈമിലെല്ലാം അനേക സെൻട്രൽ കൺവെൻഷനിലെല്ലാം പോയി പ്രസംഗിക്കാറുണ്ട്. ഈ സെൻട്രൽ കൺവെൻഷനിലൊന്നും പോകുമ്പോൾ എനിക്കൊരു സന്തോഷവും എൻ്റെ കാര്യം ഓടിട്ട് വന്നു. നമ്മുടെ കുറേ വിശ്വാസികൾ ഒരു എക്സ്റ്റൻഡ് ആരാധന, അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ ഇനി വലിയ സമൂഹം അകത്തില്ലേലും പുറത്ത് സംവിധാനമൊക്കെ വെച്ച് സുവിശേഷം പ്രസക്തം കിട്ടുന്ന സംഭവം അത് പ്രസംഗിച്ചിട്ടുള്ളവർക്കറിയാം. ഞാൻ പറയാറുണ്ട്, ഈ നിശ്ചിത തീരുമാനമുള്ളവരെ കൈവക്കണ്ട, മാറാനൊരു മാർഗം പറഞ്ഞാൽ അങ്ങോട്ട് 4 കൊണ്ട് സുവിശേഷം പറഞ്ഞാൽ മതി, എല്ലാം മാറും. നിശ്ചിത തീരുമാനവും മാറും, ശരീരത്തിലെ ക്ഷീണവും മാറും. രോഗസൗഖ്യം കിട്ടാനുള്ള ഏറ്റവും നല്ല കാര്യം 4 പേരോട് കർത്താവിനെ കുറിച്ച് പറയാനുള്ളത്. ഈ കൊട്ടാരക്കാർക്ക് 5 പേർ, എനിക്ക് അത്ര പരിചയമുണ്ടാവില്ല. കൊട്ടാരക്കാർക്ക് 5 കാലത്തും എല്ലാം വളരെ പഞ്ചനായ ദേവദാസനാണ്. എന്നൊരു രാജപ്രദേശിൽ ഭാരത സമുദായത്തിൽ വിശ്വാസമാണ്. 2 വർഷമായിട്ടുള്ള അദ്ദേഹം മരിച്ചിട്ട്. ഒരു 5 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ അറ്റാക്ക് വന്നായിരുന്നു. അതിൽ പ്രശ്നമുണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകും. ഞാനൊരു സംഭാഷണ ഭാഷയോടെ പോണേ. നേരെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയ പ്രശ്നവുമില്ല, അപ്പോൾ ഓക്കെ ആണല്ലോ, ഇന്ന് വൈകിട്ടോ നാളെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഈ ഡിസ്ചാർജ് ചെയ്ത വിവരം പറയാൻ, ഡിസ്ചാർജ് ചെയ്യാൻ പോകുന്ന വിവരം പറയാൻ വേണ്ടി അകത്തോട്ട് കയറി പാസ്വേഡ് പറഞ്ഞു രാജപ്രദേശം. പുള്ളിയെ അറിയാവുന്നവർക്ക് അറിയാം, എനിക്ക് ഇവിടെ ആർക്കും പരിചയമുണ്ടോ? കാര്യം അങ്ങോട്ട് പേരുണ്ട്. ഇദ്ദേഹത്തിന് പ്രത്യേകം പറഞ്ഞാൽ കവരെ 10 പേരെ കൂടെ നിന്നാൽ അവിടെ പ്രസംഗിക്കും. ഞാൻ ലളിതമായിട്ട് പറഞ്ഞു, ഒരു വീട്ടിലൊരു സ്പെഷ്യൽ ഗസ്റ്റോ ഭാര്യ പറഞ്ഞു പഞ്ചസാര ഇല്ല, പോയി പഞ്ചസാര മേടിച്ചു വരാൻ പറഞ്ഞത്. പഞ്ചസാര മേടിക്കാൻ പോയതാ പുള്ളി. അവിടെ ചിലപ്പോൾ 10 പേര് നിൽക്കുന്നു. പുള്ളി മറ്റേ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞു. പുള്ളി അവിടെ നിന്ന് വേച്ചാക്കി 1 മണിക്കൂർ വന്ന ഗസ്റ്റൊക്കെ പോയി. അപ്പൊ അങ്ങനെ ആ സുവിശേഷത്തിന്റെ തീവ്രത ഇത് ചിന്തിച്ചാണ്. അപ്പൊ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി അകത്തോട്ട് ചെന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഈ രക്ഷപ്പെട്ടപ്പോൾ എൻ്റെ വൈഫ് വിട്ടിപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ എപ്പോഴും വരുമായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ വന്ന് കിടക്കുമായിരുന്നു. ഒരു പാവപ്പെട്ട സാധുവായ ദേവദാസൻ. അപ്പൊ ഈ ഡിസ്ചാർജ് ചെയ്ത് വെള്ളം അറിയിക്കാൻ അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു, ഉപദേശി ഒരു കുഴപ്പമില്ല, ഇന്ന് വൈകിട്ടോ നാളെ ഡിസ്ചാർജ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ മുഖത്ത് സന്തോഷം കൂടി. ഞങ്ങളോട് പറയാണ്, ഇന്നും ഡിസ്ചാർജ് ചെയ്തത് നാളെ ഡിസ്ചാർജ് ചെയ്തത് ഒരു 4 ദിവസം എനിക്ക് ഉറപ്പായിട്ട് വേണം. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അതെന്താ പരിപാടി, അതെന്താ വിഷയം? കാര്യം കിടക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പം പുള്ളി ഭയങ്കര ഗൗരവമായിട്ട് പറയാം, ചിരിച്ചോണ്ടെന്നല്ല ഗൗരവമായിട്ട് പറയാമെന്ന്.
6 കിടപ്പുണ്ട് അപ്പുറത്തും. ഈ 4 ഏകദേശം ഒക്കെ ആക്കിക്കും. ഈ കിടക്കുന്ന 2 അല്പം കട്ടിയായിരുന്നു, ഇളക്കി വെച്ചിരിക്കുകയാണ്. 4 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ 6 കൊണ്ട് പോകാം. എൻ്റെ അപ്പോ അറ്റാക്കും നകത്ത് കിടക്കാം. അവിടെ കിടക്കുന്നതിൻ്റെ ഇടയിൽ ഈ മനുഷ്യൻ്റെ അകത്ത് തീയെ ഒരു ഹൈന്ദവ മാർഗത്തിൽ വിശ്വാസത്തിൽ വന്ന വ്യക്തി. ഞാൻ 50 40 കൊണ്ട് ഇവിടെ കുത്തി ഇരിക്കാന്ന് പറഞ്ഞവൻ നാവും തുറന്നു യേശുവിനെ കുറിച്ച് പറയാതിരിക്കുമ്പോ കർത്താവ് എന്ന് പറയുമ്പോൾ ചാകാൻ തയ്യാറായവൻ ഇന്ന് ഉണ്ടെന്നുള്ളത് ഒരു അത്ഭുതമല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? ഇനി എത്ര കാലമാണ് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ യേശുവിനെ പ്രസംഗിക്കും. യേശുവല്ലാതെ ഒരു രക്ഷകനില്ല. അവൻ ഏക കർത്താവ്, അവൻ ഏക രക്ഷിതാവ്. ഈ കൺവെൻഷനിലും ഞങ്ങൾക്ക് ഉയർത്താൻ യേശുവല്ലാതെ മറ്റൊരു നാമമില്ല. ആ സന്തോഷത്തോടെ ആ യേശുവിനെ ഉയർത്തുന്ന അഭിമാനമുള്ളവര് ആ കരവും അടിച്ച് കർത്താവിന് സ്വാഗതം ചെയ്യാറ്. സന്തോഷത്തോടെ പറയുന്നത് ഇതിന് പറഞ്ഞ റിപ്പോർട്ട് കർത്താവിന്റെ മുഖത്തോട്ട് പറയാണ്, കർത്താവേ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഞാൻ ചിന്തിച്ചു, ഇത് എന്നാ റിപ്പോർട്ടാ? കർത്താവിനെ പറഞ്ഞു വിടുമ്പോൾ എന്നോട് പറയാനറിയാമോ? നീ ചെന്നിട്ട് പറയണം, യേശു നിനക്ക് സമാധാനം, നീ രോഗിയെ സൗഖ്യമാക്കണം, നീ ദൈവരാജ്യം വിളിച്ചു പറയണം. തിരിഞ്ഞു പറഞ്ഞ് വന്നപ്പോൾ റിപ്പോർട്ടിനകത്ത് ഇതൊന്നും പറഞ്ഞു. ഞാൻ സമാധാനം പറഞ്ഞു, ഞാൻ ദൈവരാജ്യം പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. തിരിച്ചു വന്നിട്ട് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം പറയാണ്, കർത്താവെ ഭൂതങ്ങളിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ റിപ്പോർട്ട് തെറ്റാണെങ്കിൽ മുഖത്ത് നോക്കി പറയും, അതിനെല്ലാം മക്കളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേ. പക്ഷെ കർത്താവ് ഒന്നും പറഞ്ഞില്ല. കർത്താവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ആണോ ഞാനും ഒരു കാഴ്ച കണ്ടു. നിങ്ങൾ ഗ്രാമത്തിലേക്ക് കയറിയപ്പോ, പട്ടണത്തിലേക്ക് കയറിയപ്പോ സാത്താൻ മിന്നൽ പോലെ നിലത്തു വീഴുന്ന കാഴ്ച ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിനക്ക് ഒരു ദോഷവും വരുത്തതില്ല. ഞാൻ പറയാൻ പോകുന്ന ആ വ്യാഖ്യാനം കേട്ടിട്ട് ആവേശമുണ്ടെങ്കിൽ അല്പസമയം ദൈവത്തെ ആരാധിക്കണം. ഇന്ന് രാത്രി നമ്മളിവിടെ സുവിശേഷം പറഞ്ഞു. ഈ സുവിശേഷം പറഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ചത് കേവലം സമാധാന സന്ദേശമല്ല, കേവലം രോഗസൗഖ്യമല്ല, കേവലം ദൈവരാജ്യ സന്ദേശമല്ല. ഈ ദേശത്തെ ഭരിക്കുന്ന അന്ധകാര വ്യാപാരങ്ങൾക്ക് ഇന്ന് രാത്രി വെട്ടേറ്റിട്ടുണ്ട്. ശത്രുവിന്റെ സാമ്രാജ്യങ്ങൾക്ക് വെട്ടേറ്റിട്ടുണ്ട്. അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്ന ഈ ലോകത്തിന്റെ ദൈവത്തിന് വെട്ടേറ്റിട്ടുണ്ട്. പിശാചിന്റെ കയ്യിൽ നിന്നും ചിലതിനെ പിടിച്ചു വാങ്ങുന്ന നിമിഷങ്ങളാണ് ഈ രാത്രിയെന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതൊരു സാധാരണ കാര്യമല്ല. ഞാൻ പറഞ്ഞത് 2 ദൈവങ്ങളേ ഉള്ളൂ. ഒന്ന് ഏക സത്യ ദൈവമാണ്. ആ ഏക സത്യ ദൈവത്തെ കാണാൻ ഭാഗ്യം കിട്ടിയ ഉറപ്പുള്ളവര് ആ കരം ഉയർത്തിപ്പിടിച്ചിട്ട് കരമൊന്ന് വീശി ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെന്ന് ദൈവത്തെ സ്തുതിച്ചോ. അതിന് വലിയ ഭാഗ്യമില്ല. ഏക സത്യ ദൈവത്തെ കാണാൻ ഭാഗ്യം കിട്ടിയവർ. ഇനി ഒരു ദൈവം കൂടെ ഉള്ളൂ. ആ ദൈവത്തിന്റെ പ്രത്യേക പേര് ഈ ലോകത്തിന്റെ ദൈവം. ഈ ലോകത്തിന്റെ ദൈവം അവനാണ് ലൈംഗിക അരാജകത്വങ്ങൾ കൊണ്ടുവരുന്നത്. അവരാണ് മദ്യാസക്തി കൊണ്ടുവരുന്നത്. അവരാണ് കൊലപാതകം നടത്തുന്നത്. അവരാണ് കൊലപാതക പരമ്പരകൾ നടത്തുന്നത്. അവരാണ് കുടുംബത്തിനകത്ത് അസമാധാനം കൊണ്ടുവരുന്നത്. അവരാണ് പലതിനെയും ആത്മഹത്യ ചെയ്യിക്കുന്നത്. അവരാണ് പല ജീവിതങ്ങളെയും തകർത്തെറിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കാത്ത തിന്മകൾ ദേശമെമ്പാടും സംഭവിക്കുമ്പോ കണ്ണടച്ചിരിക്കേണ്ടവരല്ല ക്രിസ്ത്യാനി. ആരുടെ പിന്നിലുള്ള ഒരു പ്രേരക ശക്തിയുണ്ട്. ആ ശക്തിയാണ് സാത്താന്യ അധികാരം. അതിനെതിരെയുള്ള യുദ്ധമാണ് ഈ കൺവെൻഷനിലൂടെ ഇവിടെ സംഭവിക്കുന്നതെങ്കിൽ ഈ പ്രാരംഭരാത്രി തന്നെ ഈ ദേശത്ത് പലതിനെയും മദ്യാസക്തിയിലേക്ക് വലിച്ചിടുന്ന, അധാർമികതയിലേക്ക് വലിച്ചിടുന്ന, ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകാൻ പ്രേരണ കൊടുക്കുന്ന, ലഹരിയുടെ ഉപയോഗത്തിലേക്ക് മനുഷ്യനെ തകർത്തു കളയുന്ന ആ ശത്രുവിന്റെ അധികാരങ്ങളുള്ളവേ, ഈ സ്വന്തം പോരാ, ഈ ഹൈകരി പോരാ, ഈ അന്യഭാഷ പോരാ. അല്പസമയം അധരം തുറന്ന് കർത്താവിനെ ആരാധിച്ചു.
അധരം തുറന്ന് കർത്താവിനെ ആരാധിച്ചാൽ, അധരം തുറന്ന് ആത്മനിറവിൽ കർത്താവിനെ അല്പസമയം ആരാധിച്ചാൽ രണ്ട് കൈയടിച്ച് നിർത്താനല്ല, രണ്ട് സ്തോത്രം പറഞ്ഞ് നിർത്താനല്ല, അധരം തുറന്ന് അല്പസമയം സ്തോത്രം പറഞ്ഞ് ആരാധിച്ച്, അല്പസമയം കരമടിച്ച് ആരാധിച്ച്, അല്പസമയം അന്യഭാഷ ആരാധിച്ച് അഭിഷേക പ്രാപിച്ച ദൈവമക്കൾ, ഇത് ശത്രുവിനെതിരെ ഒരു യുദ്ധമാകട്ടെ. ഈ ദേശത്തെ ഭരിക്കുന്ന അന്യാരാധനകൾ, ഈ ദേശത്തെ ഭരിക്കുന്ന അധാർമികതകൾ, ഈ ദേശത്തെ ഭരിക്കുന്ന ദുഷ്ടശക്തികൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. രാത്രി ഈ ദൈവത്തിന്റെ വചനം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ചോദിക്കുക, ഞാൻ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുക, ഞാൻ പ്രതികൂലത്തിലാണ്. അത് ആത്മീയമായ വിഷയമാകട്ടെ, ഭൗതികമായ വിഷയമാകട്ടെ, ഒരുപക്ഷെ ശാരീരികമായ രോഗമാകട്ടെ, മാനസിക മണ്ഡലത്തെ തകർത്ത് കളയുന്ന വിഷയങ്ങളാകട്ടെ, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഹൃദയത്തിനകത്ത് നിയോഗം പരിശുദ്ധാത്മാവ് തരുന്നവരും മാത്രം കരം ഉയർത്തിപ്പിടിച്ചിട്ട്, അതിനോട് മാത്രമേ ഉയർത്താവൂ. ഒരാളാണെങ്കിൽ ഒരാൾ, അതൊരു വിഷയമേ അല്ലിവിടെ. അതിനൊരു സംഭവം പറയാം. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് 2-3 ആഴ്ചയായിട്ടുള്ളൂ ഫിലദൽഫിയ ചർച്ചക്കോട്ടെ കൺവെൻഷനിൽ പ്രസംഗിക്കുകയാണ് പാമ്പാടി. അപ്പോൾ അവിടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എനിക്ക് എന്നോട് പറഞ്ഞാണ്, കർത്താവിന് വേണ്ടി ജീവിച്ച ഒരുപാട് ഓടിയതാണ്, പക്ഷെ പിന്നീട് കാശായപ്പോൾ മതം ഇവിടെ യോധനം ഒതുങ്ങി. അതിനിടെ ശാരീരികമായ പ്രയാസം ഉണ്ടാവും, നെഞ്ച് പൊട്ടിക്കാരും. ദുബായിൽ നിന്ന് അവർ പറഞ്ഞു ഇവിടെ ചെയ്യേണ്ട സിസ്റ്ററെ നാട്ടിപ്പോകണം. ബിലിവേഴ്സിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല, കോംപ്ലിക്കേറ്റഡാണ്. അന്ന് മീറ്റിങ്ങിന് വന്നു, പറഞ്ഞപ്പോഴേ കരകെത്തി. അധികം പേര് കരകെത്തിയില്ല, പക്ഷെ ആ മീറ്റിംഗ് അവർക്കല്ല. മുമ്പോട്ട് വന്നു, ഞാൻ തല കഴിച്ച് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ അന്ന് രോഗം വിട്ടതാ, അന്ന് വേദന വിട്ടതാ, അവർ തിരിച്ചുപോയി ദുബായിൽ. കർത്താവിന്റെ സൗഖ്യമാണ്, അതേ കർത്താവിന്റെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എന്നെ സൗഖ്യമാക്കും, എന്നെ വിടുവിക്കും, എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം തരും എന്ന് നിയോഗമാകത്തുള്ളവരെ കരകയർത്താൻ പറഞ്ഞപ്പോൾ കരകയത്തിൽ മാത്രം എഴുന്നേറ്റ് ഒന്ന് കരവുയർത്തിപ്പിടിച്ച് അങ്ങനെയുള്ളവർ മാത്രം, അങ്ങനെയുള്ളവർ. പരിശുദ്ധാത്മാവ് എന്നെ തൊട്ടു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവ് എന്നെ ഇന്ന് രാത്രി തൊടും എന്ന് വിശ്വസിക്കുന്നു എന്നുള്ളവർ മാത്രം ഒന്ന് കരവുയർത്തിപ്പിടിച്ചാണ്. സോദരം, കരവുയർത്തിപ്പിടിച്ചവരാണെങ്കിൽ തന്നെ കരവുയർത്തിപ്പിടിച്ചവർ, പ്രാർത്ഥിക്കാൻ വേണ്ടി കരവുയർത്തിയവരുണ്ടെങ്കിൽ ഒന്നെഴുതി നിന്നാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി കരവുയർത്തിയവരുണ്ടെങ്കിൽ നിന്നാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയിക്കണം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആരും പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ഇപ്പം ഹൃദയത്തിനകത്ത് നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ എഴുന്നേക്കാവൂ, അങ്ങനെ മാത്രമേ എഴുന്നേതാണ്. Jesus. ദയവായിട്ട് മുമ്പോട്ട് വരാമോ? കാലിന് പ്രയാസമുള്ളവരെ സൈഡിലോട്ട് തിരിച്ചാൽ മതി, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോളാം. മുമ്പോട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവര് സൈഡിലോട്ട് നിങ്ങൾ ആരെങ്കിലും സഹായിച്ചു കൊടുത്താൽ മതി. സൈഡിലോട്ട് ഇരിക്കുമ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന മുമ്പോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവര് സൈഡിലോട്ട് നിങ്ങൾ നിർത്തിയാൽ മതി. എഴുന്നേൽക്കാൻ പ്രയാസമുള്ള കസേരയിൽ ഇരുന്നാൽ മതി. സൈഡിലോട്ട് വന്ന് ഞാൻ വന്ന് പ്രാർത്ഥിക്കും. മതി അവർക്ക് മുമ്പോട്ട് വരാം, പ്രാർത്ഥിക്കാം അങ്ങനെ അഭ്യർത്ഥിച്ച പ്രിയപ്പെട്ടവർ ദയവായിട്ട് മുമ്പോട്ട് വന്നേ. മുമ്പോട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളവർ മാത്രം ഈ മുമ്പോട്ട് വന്നാൽ. കർത്താവ് അങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഹൃദയത്തിനകത്തൊരു നിയോഗം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കും, വിടുവിക്കും. സ്വോത്രം. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴല്ലോ ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കിയിട്ട് ദിവസത്തിൽ യോഗശ്വാസത്തിൽ വന്ന്
ദേവദാസന്മാർക്ക് നിയോഗം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വന്ന് ഒന്ന് കരകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ കരകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. ഈ പാട്ട് പാടുന്ന സമയമുണ്ടല്ലോ, നിങ്ങൾ ഹൃദയത്തെ ഏകാഗ്രമാക്കിയിട്ട് യേശോയോട് പറയുക, യേശുവേ അങ്ങയുടെ കരമെൻ്റെ മേൽ വരണമേ, അങ്ങനെ സൗഖ്യമാക്കണമേ, അങ്ങനെ വിടുവിക്കണമേ. നാളെ അല്ല, ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത വിടുതലുകൾ സ്വർഗം ചെയ്യും. ഈ പാട്ട് പാടുന്ന സമയത്ത് ദയവായിട്ട് ആ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരും അവിടെ ഇരുന്നുകൊണ്ട് അതരം തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അതരം തുറന്ന് ഒന്ന് പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യം അനുവദിച്ചവർ അവരോടിരുന്നോ, ആരോഗ്യം അനുവദിക്കുന്നവരോട് എഴുന്നേറ്റ് നിന്നൊന്ന് പാടാൻ കഴിയുമെങ്കിൽ ഈ പാട്ട് ഒരുമിച്ചൊന്ന് പാടുക. ആ സമയത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാവ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചോണം. ആരോഗ്യം അനുവദിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഈ മീറ്റിംഗ് വലിയ ലക്ഷ്യത്തെ നടത്തിയിരിക്കുന്നത് ഇതിനകത്ത് രോഗശാന്തി ഉണ്ടെന്ന്, അത്ഭുത സൗഖ്യം ഉണ്ടെന്ന് പ്രിയപ്പെട്ടവർ വിശ്വസിച്ചുകൊണ്ട് യോഗം നടത്തുന്നത്. അപ്പൊ ഞാനും ഇന്ന് രാത്രി പ്രസംഗിച്ചതല്ല, പക്ഷെ അത് ഒരു തിയറിറ്റിക്കൽ സംഭവം അല്ല, അതൊരു പ്രാക്ടിക്കലാണ്. ആ പറഞ്ഞതെല്ലാം ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കാൻ പോവാണ്. ഇവിടെ രോഗം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, കർത്താവിന് അറിയാം എന്താ രോഗമെന്ന്. കാരണം കർത്താവാണ് നമ്മയൊക്കെ സൃഷ്ടിച്ചത്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ ശരീരത്തിനകത്ത് സംഭവിക്കട്ടെ, ആ വിടുതൽ സംഭവിക്കട്ടെ. ഈ പാട്ട് പാടുന്ന സമയത്ത് ഒരുമിച്ച് ഹൃദയത്തെ ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങളൊന്ന് പാടുക. ആ സമയത്ത് തന്നെ നിങ്ങൾ വിശ്വസിക്കുക, എന്റെ കരമല്ല കർത്താവിന്റെ കര നിങ്ങളുടെ മേൽ വരും. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ, എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ, ഞാൻ നിന്നെ സൗഖ്യമാക്കും ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ, ഞാൻ നിന്റെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്നെ സൗഖ്യദായകൻ, എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. എൻ വചനത്തിൻ ആജ്ഞയാ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. നീ എന്നെ സൗഖ്യമാക്കുക, നീ എന്നെ സൗഖ്യമാക്കും കർത്തൻ, നീ എന്റെ സൗഖ്യദായകൻ, നീ എന്നെ സൗഖ്യമാക്കും കർത്തൻ.
ഞാനിപ്പോൾ സൗഖ്യമാകുന്നു. ഓ നിൻ വചനത്തിൽ ആജ്ഞയാ ഞാനിപ്പോൾ സൗഖ്യമാകുന്നു. ഓ ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. നിന്നാടി പിണരാ നിന്നാടി പിണരാ നിന്നാടി പിണരാലെനിക്ക് സൗഖ്യം. നിന്നാടി പിണരാ നിന്നാടി പിണരാ നിന്നാടി പിണരാലെനിക്ക് ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഓ നിന്നാടി പിണരാ നിന്നാടി പിണരാ നിന്നാടി പിണരാ എനിക്ക് സൗഖ്യം. ഓ നിന്നാടി പിണരാ നിന്നാടി പിണരാ നിന്നാടി പിണരാ എനിക്ക് സൗഖ്യം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നത് ഞാൻ നിന്നെ സൗഖ്യദായകൻ. ഓ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നത് ഞാൻ നിന്നെ സൗഖ്യദായകൻ. വചനത്തിൽ ആജ്ഞയാ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. ആമേൻ. നിൻ വചനത്തിൽ ആജ്ഞയാ ഞാനിപ്പോൾ സൗഖ്യം ആകും. ഞാൻ ഇപ്പോൾ സൗഖ്യം
എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയും കർത്താവിനെ ഗ്രഹിക്കുമാറാണ്. ഈ രാത്രി വളരെ ശക്തമായ ദൈവവചന സന്ദേശം അറിയിച്ച കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ